All right. Thank you everyone for joining today's session. ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് we're talking about അല്ലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇമോഷൻസിനെ കുറിച്ചാണ്. So today also we are also planning to have a further session. ഈ പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ സെഷന്റെ കഴിഞ്ഞ സെഷന്റെ ബാക്കി ഭാഗമായിട്ട് we are planning for a session സെയിം വിഷയത്തിൽ തന്നെ പ്ലാൻ ചെയ്യാം. So let's start the session. How was yesterday? ഇന്നലത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? And what are the decisions that you made? എന്തെല്ലാം ഡിസിഷൻസ് നിങ്ങൾ എടുത്തോ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയോ? ആൻഡ് ഇന്നത്തെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ ആ ഒരു അവയർനെസ് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിലെ ഒരു അവയർനെസ്, ഇന്നലെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട്. ആ അവയർനെസ് ഇന്നത്തെ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്തോ, ബാധിച്ചോ, അല്ലെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ലെറ്റ് മീ നോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൂപ്പർ. മനോജ് കുമാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പറയൂ, എന്താണ് വിശേഷം? You just let me know. Thank you. Okay. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം, ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിക്കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഡെപ്തിലേക്ക് നമുക്ക് പോകാം. മറക്കരുത്, നമ്മളുടെ പ്രോഗ്രാം കൊച്ചിയിൽ നടക്കാൻ പോവാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ പരമാവധി ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുക, അറിയിക്കുക പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കേട്ടോ. സോ ഇസ് ദർ എനിബഡി ഹു ഈസ് ഫ്രം കണ്ണൂർ, കാസർഗോഡ്? കണ്ണൂർ, കാസർഗോഡിൽ നിന്ന് എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? കണ്ണൂർ, കാസർഗോഡ് എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇഷ്ടമുണ്ടോ? കണ്ണൂർ, കാസർഗോഡ് ഭാഗത്ത് നിന്ന് എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഇസ് ദർ എനിബഡി? നോക്കാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ കണ്ണൂരാണ്. അസീന മാത്രമേ ഉള്ളൂ കണ്ണൂരിൽ നിന്ന്? വേറെ ആരും ഇല്ലേ? നമുക്കൊരു കണ്ണൂരിൽ ഒരു മീറ്റപ്പ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ കണ്ണൂരിലെ മീറ്റപ്പ് എന്തായാലും വെക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കണ്ണൂർ ഒരു കാസർഗോഡ് നമുക്ക് ലൈക്ക് അധികം ആൾക്കാരില്ലെന്ന് തോന്നുന്നു. ദെൻ വി വിൽ നോട്ട് പുട്ട് എ പ്രോഗ്രാം there. ഓക്കെ, എനിവേ ലെറ്റ്സ് സീ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. നമ്മുടെ മോർണിംഗ് സെഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, കമ്മ്യൂണിറ്റിയിലേക്ക് ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവാം. എനിവേ, അപ്പൊ പറഞ്ഞതുപോലെ ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ വരുന്ന ഓരോ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് എന്നുള്ളത് തിരിച്ചറിയണം. എല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ജമ്പ് ചെയ്തിട്ട് ഒരു എക്സൈറ്റ്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കരുത്. 1 by 1 ആയിട്ട് ഏതാണോ റൈറ്റ് എന്ന് പറയുന്നത് നോക്കിയിട്ട് വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, യൂസ്, മാനേജ് യുവർ ഓൺ ഇമോഷൻ. നമ്മുടെ സ്വന്തം വികാരങ്ങളെ യൂസ് ചെയ്യാനും മനസ്സിലാക്കാനും മാനേജ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവിനെയാണ് പറയുന്നത് എന്ത്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെ ഉപയോഗിക്കേണ്ടത്? പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് അത് നമ്മൾ പോസിറ്റീവായ രൂപത്തിൽ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടത്? സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ്, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആരെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിച്ചാലും, നമ്മളെ കുറ്റപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാലും, പരിഹസിക്കുന്ന രൂപത്തിൽ സംസാരിച്ചാലും നമ്മുടെ ഇമോഷൻസ് നമ്മൾ മാനേജ് ചെയ്യും. ആ ഒരു കഴിവ് നമുക്കുണ്ടാവും. എംപതി, മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ
വളരെ എംപതറ്റിക് ആയിട്ട് അവരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ്. ആൻഡ് ഓവർകം ചലഞ്ചസ്, നമുക്ക് ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സമയം നമ്മുടെ ഇമോഷൻസിന്, അല്ലെ, ഇപ്പൊ വയനാട്ടിൽ ദുരന്തം വന്നു. ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ആൾക്കാർ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതിനെ കാണേണ്ടതായിട്ടുള്ള രീതിയിൽ ഇനി കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദുരന്തത്തിൽ അകപ്പെട്ട ആൾക്കാർ, ഓൾറെഡി ആ ദുരന്ത വാർത്ത കണ്ടിട്ട് വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടിലൂടെയും ഇപ്പോഴും കടന്നു പോകുന്നതിന്റെ ഷോക്കിലൂടെ കടന്നു പോകുന്ന ഇത്രയും ആൾക്കാർ. അത് സംഭവിച്ചതിന്റെ പേരിൽ ചിലപ്പോ പലരും ആ നാട്ടിലല്ലെങ്കിൽ പോലും അത് ട്രോമാറ്റിക് ആയിട്ട് മാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. പേടിയുണ്ട്. മലപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോ വേണമെങ്കിലും ഉരുൾപൊട്ടുമോ, ഞങ്ങളും ഇതുപോലെ ആയിപ്പോകുമോ, കാരണം അത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ കാണുമ്പോൾ, അവയർനെസ്സിലേക്ക് അത്തരത്തിലുള്ള ചിന്തകൾ വല്ലാണ്ട് കയറുമ്പോൾ അത് നമ്മളെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നുണ്ടോ? ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോഴും അതൊരു വലിയൊരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആയി നിങ്ങളുടെ ഉറക്കത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ സമാധാനത്തെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആർക്കെങ്കിലും പോയിട്ടുണ്ടോ? സർ, എനിബഡി ഹു ഇസ് ഗോയിങ് ത്രൂ ദാറ്റ്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? If anyone going through that, because it's a very shocking experience. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നേരിടുന്നുണ്ടോ? ഹലോ, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, ടീം മെമ്പേഴ്സ്. സോ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അത് നമ്മളുടെ ലൈഫിനെയും ബാധിക്കുന്ന രൂപത്തിൽ. ഓക്കെ, ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഷർമിന പറയുന്നു, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെയിൻ ആയിരുന്നു. ഓക്കെ, യാ, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അത് കുറേശ്ശേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. മിസ്സത്ത് പറയുന്നു ഡൗൺ ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഏത് വാർത്തകളാണെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഓരോരുത്തരുടെ അവസ്ഥകൾ ഇപ്പൊ മാധ്യമങ്ങൾ കാണിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് നമ്മളെ അത് വല്ലാണ്ട് ബാധിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മനസ്സ് വളരെ പെട്ടെന്ന് വീക്കാവുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള വാർത്തകൾ അധികം കാണുന്നത്. അപ്പോ ഷർമിന പറയുന്നു EFT മെത്തേഡ് ഉപയോഗിച്ച് ഹീല് ചെയ്തെടുത്തു. ഓക്കെ, ഹീല് ചെയ്തെടുക്കണം. ചിലതെന്ത് വെച്ചാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് അടുത്ത വാർത്തയിലേക്ക്, അടുത്ത സംഗതികളിലേക്ക്, അടുത്ത വീഡിയോകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് അത് മാറിപ്പോകും. പക്ഷെ എന്നാൽ പോലും വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ ഇതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കാണാനിടവരികയും നമ്മളെ വീണ്ടും ഡൗൺ ആക്കാനുള്ള സാധ്യതകളുമുണ്ട്. വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളാണെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ ആ പ്രതിസന്ധികളെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം ചിലർക്കൊക്കെ ഉണ്ടാക്കും, വല്ലാതെ ബുദ്ധിമുട്ടായി. അവിടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ്, നമ്മുടെ വികാരങ്ങളെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, കൂടുതൽ ചിന്തിക്കാതെ, കൂടുതൽ മനോനില തെറ്റാത്ത രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ദ കീ ടു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ്. നമ്മൾ പറഞ്ഞിരുന്നു, പ്രൊഫഷണൽ സക്സസിനും പേഴ്സണൽ സക്സസിനും വളരെ അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോട്ട്സ് ക്രിയേറ്റ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ചിന്തകളാണ്. എന്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. IR എന്ന് പറയുന്ന ഇന്റേണൽ റെപ്രസെന്റേഷൻ സിസ്റ്റത്തില് നമ്മളുടെ ഏത് സംഗതിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ആകും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വരും. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇവന്റ് നടക്കുന്നു, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മളുടെ ആ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തോട്ട് ഫോക്കസ് നടക്കുന്നത് IR എന്ന് പറയുന്ന ഇന്റേണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നമ്മൾ ഏതിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ചോയ്സ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ചോയ്സ് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കും അതുപോലെ പോസിറ്റീവ് ബിഹേവിയറിലേക്കും വരും. നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കും നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്കും വരും. ഇത്രയും നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, വെരി ഗുഡ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത്
നമുക്ക് ഇമോഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ലൈക്ക് ഒരു കഴിവിനെ പറ്റി പറഞ്ഞു. വൈകാരികമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ്റ് ആണ്. അപ്പൊ അതെന്താണെന്ന് പറയുന്നത്, ഒരാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവിന്, അതേപോലെ അതിൽ നല്ലത് ഏത് മോശം ഏത് എന്ന് വേർതിരിക്കാനും, അത് കറക്റ്റായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചിട്ടുള്ള നോളജ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളെ തിങ്ക് ചെയ്യണം. ഇത് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ഫീലിങ്സ് മാത്രമാണ് എന്ന് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇമോഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അടുത്ത സ്കില്ല് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ? ബട്ട് സ്പിരിച്വാലിറ്റി ഈസ് ടു ഗീവ് ഹാപ്പിനെസ് ടു other people by maintaining congruency between thinking, speaking and doing. നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരത്തിൽ കോൺഗ്രുവൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ്സിനും അല്ലെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ കോഷ്യന്റ് ആയിരിക്കണം. എല്ലാവരോടും സ്നേഹം, ആരോടും വെറുപ്പോ വിദ്വേഷമോ പകയോ വെക്കാത്ത അവസ്ഥ, ഹാപ്പിനെസ്സിനും പീസിനും വളരെ പ്രാധാന്യത്തോട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വലിയ വളർച്ചയുണ്ടാവും, ഒരുപാട് ബന്ധങ്ങളിൽ നേട്ടമുണ്ടാകും. ഇനി പറയുന്നത് വെച്ചാൽ 2 ടൈപ്സ് ഓഫ് ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നെഗറ്റീവ് ഇമോഷൻസ്, അതേപോലെ പോസിറ്റീവ് ഇമോഷൻസ്. അപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് എന്താന്ന് പറഞ്ഞു, പോസിറ്റീവ് ഇമോഷൻസ് എന്താന്ന് പറഞ്ഞു. ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും പറഞ്ഞു. എങ്ങനെയാണ് ഈ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചും, ട്രോമയിലൂടെ കടന്നു വരുന്നതാണെന്നും അത് കണ്ടിന്യൂസ്ലി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നും പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് ഏതൊക്കെയാണ്? ദേഷ്യം, അസൂയ, സംശയം, അസഹിഷ്ണുത, അതേപോലെ തന്നെ വല്ലാണ്ട് വറിയാവുക, വെറുപ്പ് കൊണ്ട് നടക്കുക, മറ്റുള്ളവര്, ഇങ്ങനെയുള്ള കുറേ ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫിയേഴ്സ് ആൻഡ് ഫോബിയസ്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയർ സംഭവിക്കും, നഷ്ടങ്ങൾ സംഭവിക്കും, പ്രയാസങ്ങൾ സംഭവിക്കും, ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ ഈ ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ പുറത്ത് നമ്മളുടെ ലൈഫിൽ ഇതിനനുസരിച്ചിട്ടുള്ള സംഗതികൾ കൂടുതൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ നമ്മുടെ ഉള്ളിലുള്ള അവയർനെസ് നെഗറ്റീവായിട്ട് മാറി, അത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് ഇമോഷൻസിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ നന്നായിട്ട് ലവ് ഫീൽ ചെയ്യണം, അതേപോലെ തന്നെ ഹാപ്പിനെസ് ഫീൽ ചെയ്യണം, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം, ഫെയ്ത്ത്, നമ്മൾ വിശ്വാസം കൊടുക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ടോളറൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സ്പിരിച്വൽ കോഷ്യൻസും അതേപോലെ തന്നെ ഇമോഷണൽ കോഷ്യൻസും വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലൂടെ നമ്മളുടെ ലൈഫിൽ നമുക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യെസ് ഓർ നോ? യെസ്. സോ ഡെപ്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞു, എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ നമ്മളുടെ EFT പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ 2 ടൈപ്സ് ഓഫ് ഫിയർ, പേടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഫിയർ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫിയറിനെ കുറിച്ചാണ്, പേടിയെ കുറിച്ച്. ഫിയർ 1 എന്ന് പറയുന്നത് ലൈക്ക് നോർമലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഫിയർ ആണ്. അതായത് പട്ടി കടിക്കുക എന്നുള്ള പേടി, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പാമ്പ് കടിക്കുക എന്നുള്ള പേടി, സ്റ്റേജ് ഫിയർ, ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, ഇത്തരത്തിലുള്ള സംഗതികൾ നമുക്കുണ്ടാകും. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ജസ്റ്റ് ഡു ഇറ്റ്. ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ നമ്മൾ പറയുകയാണ്. അപ്പൊ അതിലെന്താ വെച്ചാൽ 2 തരത്തിലുള്ള ഇമോഷൻസിന് ചിലതെന്ന് വെച്ചാൽ ഫോബിയാസ് ഉണ്ടാവും. അപ്പോ നോർമലി ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഫിയറുകൾ വരാം. ഏത്? ഒരു സാധാരണ പട്ടി കടിക്കോ എന്നുള്ള പേടിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. പാമ്പ് കടിക്കാൻ വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേടികൾ ഉണ്ടാവും. ഓക്കെ, ആർ യു ദേർ? ഹലോ, നിങ്ങൾ വീഡിയോയിൽ വരാൻ പറ്റുമോ പരമാവധി ആൾക്കാർ? ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ സോ ദാറ്റ് ഐ ക്യാൻ സീ യു. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ വരുമ്പോഴാണ് നമുക്കൊരു എനർജി ലഭിക്കുന്നത്. സോ പറഞ്ഞു വന്നത്, അതായത് നമ്മളുടെ ലൈഫിൽ നമുക്ക് 2 ടൈപ്പ് ഫിയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ സാധാരണ നമ്മൾ എന്താ വെച്ചാൽ
സ്റ്റേജ് ഫിയർ, ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, ഇങ്ങനെ കുറേ പേടികളുണ്ട്. പാട്ട് പാടാൻ പേടി, ഡാൻസ് ചെയ്യാൻ പേടി, അല്ലെങ്കിൽ മരിക്കുമോ എന്നുള്ള പേടി, പല രീതിയിലുള്ള പേടികളുണ്ട്. പക്ഷെ ചില പ്രവർത്തികൾ ചെയ്യാനുള്ള പേടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പേടി. അത് ഒരു നോർമൽ ലെവലിലുള്ള റേഞ്ചിൽ നിൽക്കുന്ന പേടിയാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് ആ കാര്യം ചെയ്താൽ മതിയാകും. ഓക്കെ, അവിടെ ചിലപ്പം അത് പരാജയപ്പെടുമോ എന്നുള്ള പേടിയുണ്ടാവും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അത് പരാജയപ്പെടുമോ എന്നുള്ള സമയത്ത് അവിടെ നമുക്ക് ആ ഒരു ജസ്റ്റ് ഡു ഇറ്റ്, അതിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ്. ഭയത്തെ പറ്റി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയം വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പേടിയാണെന്നുണ്ടെങ്കിൽ ആ ഭയം എന്താണ്? ഇറ്റ്സ് എ ഫിയർ ഓഫ് അൺനോൺ ആണ്. എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാത്തതിന്റെ പേടിയാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഭയം വരുന്നത്. എവിടുന്നാണ്? ആൾക്കാർക്ക് ഇരുട്ടിനെ പേടിയാണ്. കാരണം എന്താണ്? ഇരുട്ടത്ത് എന്ത് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു ഇരുട്ടത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ വെളിച്ചം വേണം. പലപ്പോഴും എന്താ വെച്ചാൽ ഭയം അവരെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? ഭയം ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. ഇനി അതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഭയം ഒരു പ്രശ്നമല്ല, ഭയം നിങ്ങൾക്കൊരു പ്രശ്നമല്ല, ഇത്തരത്തിലുള്ള സംഗതികൾക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ പ്രശ്നമില്ല, നോർമലി ഉള്ള ഒരു എന്താ പറയുക. അപ്പോ നിങ്ങളെന്ന് വെച്ചാൽ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യും? ഇറങ്ങി തിരിച്ചു ചെയ്യാൻ ശ്രമിക്കും. ചിലർ പറയുന്നത് വെച്ചാൽ അത് ചെയ്യുന്നതിനല്ല എനിക്ക് പേടി, അത് ചെയ്തിട്ട് പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. ചില ആൾക്കാരുടെ ഫിയർ അതാണ്. മനസ്സിലാവുന്നുണ്ട്? ഫിയറിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഫിയറുകളുണ്ട്. പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഫിയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിയറിൽ തന്നെ എത്രയോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫിയർ ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് ഫിയേഴ്സിനെ പറ്റി പറയാം. നിങ്ങൾക്ക് ഏത് ഫിയർ ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറയാം കേട്ടോ. പല തരത്തിലുള്ള ഫിയർ ഉള്ളവരുണ്ട്. റെഡിയാണോ? ആർ യു റെഡി? അവിടെ കാണിക്കാം, സ്ക്രീനിൽ കാണുന്നുണ്ടോ നോക്ക്. ഒരുപാട് ഭയം നമ്മളുടെ ഉള്ളിൽ വരാറുണ്ട്. വാട്ട് ഈസ് ഫിയർ? സോറി, ഫിയർ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫിയറുകളുണ്ട്. ചില ആൾക്കാരുടെ ഫിയർ എന്ന് പറയുന്നത് ട്രൈങ് സംതിങ് ന്യൂ, പുതിയ ഒരു കാര്യം ചെയ്യുന്നത് പേടിയാണ്. ലൂസിങ് എ ഫേസ്, എനിക്കിപ്പോ എന്തൊരു അഭിമാനമുണ്ട്, എനിക്കൊരു പേരുണ്ട്, എനിക്കൊരു പേരും പെരുമയൊക്കെ ഉണ്ട്, അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പേടിയാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ ആ പേടിയെ മറികടന്നേ പറ്റൂ. ചിലരുടെ പേടി എന്താ വെച്ചാൽ ഫേസ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ചിലർക്ക് ബിസിനസ്സിലെ മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടുക എന്നുള്ളത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ലൂസിങ് റെപ്യൂട്ടേഷൻ, നിലവിലുള്ള റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുക എന്നുള്ള പേടി അല്ലെ. നിലവിലുള്ള ഒരു വാല്യൂ ഉണ്ട്, ഒരു പേരുണ്ട്, പേരും പെരുമയൊക്കെ ഉണ്ട്, അത് നഷ്ടപ്പെടുക. നേരത്തെ പറഞ്ഞ ലൂസിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ നമുക്കത് തിരിച്ചറിയാതെ പോകുമോ എന്നുള്ള സമയം. ലോസിങ് മണി, പണം നഷ്ടപ്പെടുക എന്നുള്ള പേടിയുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റക്കായി കിടക്കുന്നത് ഭയത്തിലാണ്. പല ആൾക്കാരുടെയും ലൈഫ് സ്റ്റക്കായി കിടക്കുന്നത് ഭയത്തിലാണ്. ഭയമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും സ്റ്റക്കായി പോകുന്നത്. ലൂസിങ് എ ജോബ്, നിങ്ങൾ എവിടെയാ സ്റ്റക്കായി കിടക്കുന്നത്? ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ലൂസിങ് പൊസഷൻ, സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടും, സ്വത്ത് വകകൾ നഷ്ടപ്പെടും എന്നുള്ള പേടി, സ്വന്തമാക്കിയത് നഷ്ടപ്പെടും എന്നുള്ള പേടി. ലൂസിങ് യുവർ ഓൺ ഐഡന്റിറ്റി, നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയാണ്. ഇപ്പൊ ട്രോമയൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ആദ്യം വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ട്രോമയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത് പേടിയാണ്. ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ പേടി വരുന്നത് എവിടെ നിന്നാണ്? ട്രോമകളിൽ നിന്നാണ്. നിങ്ങൾക്ക് ഏത് പേടിയാണ് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നത്? ഞാനിവിടെ കുറേ ലിസ്റ്റ് കാണിക്കാം. പല രീതിയിൽ, പല സാഹചര്യങ്ങളിൽ, പല സംഗതികളും നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാകും. ഓക്കെ,
ചിലതിലെന്ന് വെച്ചാൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ചില പേടികളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നില്ല. പേടിയാണ്. എന്താണ് നിങ്ങളുടെ പേടി? ഇറ്റ് ഈസ് ദ ഫിയർ വിച്ച് സ്റ്റോപ്സ് യു ഫ്രം ട്രാൻസ്ഫോർമേഷൻ. ഗ്രോത്ത് വരാത്തതിന്റെ കാരണം, വളർച്ച വരാത്തതിന്റെ കാരണം, മാറ്റങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണം, ഏറ്റവും മനുഷ്യനെ നിയന്ത്രിക്കുന്ന, ലിമിറ്റ് ആക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫിയർ ആണ്, പേടിയാണ്. ഇറ്റ് ഈസ് ദ ഫിയർ ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഇമോഷണൽ ബ്ലോക്ക്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇമോഷണൽ ബ്ലോക്ക്. കാരണം തീരുമാനങ്ങൾ എടുക്കുന്ന പേടിയാണ്. ഞാൻ ഈ കോഴ്സ് ചെയ്യണോ, എന്റെ ക്യാഷ് പോകുമോ എന്നുള്ളത് പേടിയാണ്. ഞാൻ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാകെ മാറിപ്പോകുമോ എന്നുള്ളത് പേടിയും. ഞാൻ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വിജയിച്ചു പോയാലോ എന്ന പേടി, ഞാൻ രക്ഷപ്പെട്ടാലോ എന്ന പേടി, ഞാൻ നന്നായാലോ എന്ന പേടി. ഞാൻ പഴയ ആളായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് കുറെ രസങ്ങളുണ്ട്, സുഖങ്ങളുണ്ട്, സംഗതികളുണ്ട്, അതൊക്കെ എനിക്ക് വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ള പേടി. ഈ ദുശീലം നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താ വെച്ചാൽ അതിനോടുള്ള ഒരു ഇപ്പൊ കിട്ടുന്ന എൻജോയ്മെന്റ് ഉണ്ട്, അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ ഒരു ബോറിംഗ് പേഴ്സൺ ആകുമോ എന്ന പേടി. ഏത് പേടിയാണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്? ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തകരുമോ എന്ന പേടി, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള പേടി. അതായത് നമ്മളുടെ പ്രോബ്ലം ചെറുപ്പത്തിൽ നമുക്ക് എന്താ വെച്ചാൽ പേടി വരുന്നത് വെച്ചാല് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, മിസ്റ്റേക്ക് ചെയ്യരുത്, പരാജയപ്പെടരുത്, നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണം. ഈ ട്രോമയാണ് നമ്മൾക്ക് പേടി തന്നത്. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? നമുക്ക് എവിടുന്ന ഈ പേടി വന്നത്? നല്ലതാവണം, മിസ്റ്റേക്ക് വരാൻ പാടില്ല, നല്ലതാവണം, നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, ചീത്ത കുട്ടിയാവരുത്, മിസ്റ്റേക്ക് ചെയ്ത ചീത്ത കുട്ടിയാണ്, പരാജയപ്പെട്ട ചീത്ത കുട്ടിയാണ്, ഒന്ന് ദേഷ്യപ്പെട്ട ചീത്ത കുട്ടിയാണ്, പോരായ്മകൾ ഉണ്ടായാൽ ചീത്ത കുട്ടിയാണ്. യെസ് ഓർ നോ? സോ നമ്മുടെ ട്രോമ നമുക്ക് ലഭിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, അപ്പൊ നമ്മുടെ ഫിയർ വരുന്നത് എവിടുന്നാ? നമുക്ക് ശരിയാവണം, നല്ലതാവണം. ഇത് വന്നു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ഇത് ബാധിക്കും. ഒന്നുകിൽ ആ കുട്ടി എന്താകും, ഓവറായിട്ട് സംഗതി കേട്ട് കഴിഞ്ഞാൽ ഒതുങ്ങിപ്പോകും, സപ്രസ്ഡ് ആവും. പേടിയാണ്, മിസ്റ്റേക്സ് വരുത്താൻ പേടിയാണ്. അപ്പൊ വലിയ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട്, വലിയ സ്വപ്നങ്ങളിലേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ല. കാരണം മിസ്റ്റേക്ക് വരുമോ, അങ്ങനെ തെറ്റുപറ്റി പോകുമോ, ഞാൻ മോശക്കാരനായി പോകുമോ എന്ന പേടി. നന്നായിട്ട് കൺട്രോൾഡ് പാരന്റിങ് ട്രോമ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിപ്പോകും, പേടി വരും. ഈ ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും. വലത് കൈയിന് പെയിന് വരുന്ന ഒരു അസുഖമുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞൊരു 1 മന്ത് മുമ്പ്. ഞാൻ അദ്ദേഹത്തെ ഹീൽ ചെയ്ത് കളഞ്ഞു. അദ്ദേഹം ഇന്നലെ, ഞാൻ കഴിഞ്ഞൊരു 4 ദിവസം മുൻപ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം എനിക്ക് കൂടുതൽ ധൈര്യത്തോടു കൂടി തീരുമാനം എടുക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കാരണം അദ്ദേഹത്തിന്റെ ഫാദർ കുറച്ച് കൺട്രോളിങ് ബിഹേവിയർ ഉള്ള ഒരാളായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കൺട്രോൾഡ് പാരന്റിങ്ങിലാണ് എന്നുള്ളത്. കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ഹി ഹാസ് ഗോൺ ത്രൂ എ ലോട്ട്. ആള് വരുന്നു, ഡോക്ടർ അലോപ്പതി നിശ്ചയിച്ച്, ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് മെഡിസിൻ, ഹോമിയോ മെഡിസിൻ, അതേപോലെ തന്നെ കളരി മർമ്മ ചികിത്സ, ഉഴിച്ചില്, പിന്നെ ആയുർവേദം, ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത സംഗതിയാണ് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഹീലിംഗ് കൊടുത്തിട്ട് വെറും 1 മണിക്കൂർ ഇരുന്നിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ റൂട്ട് കോസിലേക്ക് പോയി ടാപ്പ് ചെയ്തു, ഹീൽ ചെയ്തു. അദ്ദേഹം കരഞ്ഞു, വല്ലാണ്ട് ഫീൽ ചെയ്തു. കുഞ്ഞു കുട്ടി കരയുന്ന പോലെ 5 വയസ്സുകാരനിലേക്ക് പോയി, അനുഭവിച്ചു, ഫീൽ ചെയ്ത്, ഹീൽ ചെയ്ത്. 8 വയസ്സുകാരനിലേക്ക് ആദ്യം പോയി, എന്നിട്ട് അത് ഫീൽ ചെയ്ത് അനുഭവിച്ചു. അത് ഹീലിംഗ് നടന്നു. പിറ്റേന്ന് മുതൽ അദ്ദേഹത്തിന് പനിച്ചു. ഹീലിംഗിന്റെ ഭാഗമാണ് അതെന്ന് വെച്ചാൽ ജലദോഷം വന്നു, സംഗതികൾ വന്നു, ചെറിയൊരു പനി പോലെ വന്നു, ജലദോഷം വന്നു. അദ്ദേഹത്തിന്റെ പെയിന് എന്നേക്കുമായിട്ട് പോയി, കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് അദ്ദേഹം അതിൽ നിന്ന് ഫ്രീ ആയി. 3-4 വർഷമായിട്ട് അനുഭവിച്ച സംഗതിയാണ് കൈന്റെ പെയിൻ, അത് കംപ്ലീറ്റ്ലി ഹീലായി.
അത്ഭുതമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസമായി ഇപ്പൊ അത് ചെയ്തിട്ട് അദ്ദേഹം ബിസിനസ്സിൽ പുതിയൊരു വലിയൊരു ഓഫീസ് സ്പേസ് എടുത്തു. ഇത്രയും എടുക്കാത്ത ആ ഒരു തീരുമാനത്തിലേക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സംഗതിയിലേക്ക് ഡിസിഷൻസ് എടുക്കുന്നു, പുതിയ പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയാണ് എന്നോട് 3 ദിവസം കണ്ടപ്പം അന്നത്തെ ആ ഒരു തെറാപ്പിക്ക് ശേഷം എനിക്കിങ്ങനെ ഒരു ധൈര്യം കൂടുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. മറ്റേതെന്താ വെച്ചാൽ എത്രയോ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഹി വാസ് ഓൾവേസ് സ്റ്റക്ക് ദർ ഇൻ ദ കംഫർട്ട് സോൺ, പേടിയായിരുന്നു. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഫിയറുകൾ, നമ്മുടെ പേടി ആണ് നമ്മളുടെ സക്സസിൽ ഏറ്റവും വലിയ ഫാക്ടറായി പറയുന്നത്. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല എന്നുള്ള സംഗതിയിൽ നിന്നാണ്. ക്ലിയർ ആണോ? നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങളെ പേടിപ്പെടുന്ന കാര്യമുണ്ട്. എന്ത് പേടിയാണ്? എന്തെല്ലാം പേടിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. സോ ട്രോമ, നമുക്ക് എന്തെല്ലാം പേടികളുണ്ട്. ഞാനിവിടെ ഈ പറയുന്ന പേടികളൊക്കെ ഉണ്ടോ? ട്രൈങ് സംതിങ് ന്യൂ, പുതിയത് ചെയ്യാൻ പേടി. മുഖം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇല്ലാണ്ടായി പോവോ, നമ്മളെ പറ്റി ആരും തിരിച്ചറിയില്ല എന്നുള്ള പേടി. മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. മറ്റുള്ളവരുടെ മുൻപിൽ വില നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഇതിന്റെ പേരിൽ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കുക, ഇതിന്റെ പേരിൽ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക, പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിച്ച് 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 പണം ചെലവഴിക്കാതിരിക്കുക, ബിസിനസ്സിൽ റിസ്ക് എടുക്കാതിരിക്കുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക, കോഴ്സുകൾ പഠിക്കാതിരിക്കുക. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? യു വിൽ നോട്ട് ഗ്രോ. ലൂസിങ് ജോബ്, ജോലി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് പേടിച്ച് പേടിച്ച്, ഇനി എനിക്ക് വേറെ ജോലി കിട്ടില്ലേ എന്ന് പേടിച്ച് 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 ആ വളരെ മോശം ജോലിയിൽ, ചെറിയ വരുമാനമുള്ള ജോലിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. ആൻഡ് ലൂസിങ് പൊസഷൻ, സ്വത്ത് വകകൾ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് പേടിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ, ലൂസിങ് യുവർ ഓൺ ഐഡന്റിറ്റി, സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുമെന്ന് പേടിക്കുക. ലൂസിങ് യുവർ ടൈം, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് 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 ആർക്കും സമയം കൊടുക്കാതിരിക്കുക. ജോലികൾ നല്ല രീതിയിലേക്ക് ചെയ്യാതിരിക്കുക. സ്വന്തമായിട്ട് ഇപ്പൊ എനിക്ക് കിട്ടുന്ന മീ ടൈം ഉണ്ടോ, എനിക്കത് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ കൂടുതൽ ജോലി ചെയ്യാതിരിക്കുക, കൂടുതൽ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാതിരിക്കുക, കൂടുതൽ കമ്മിറ്റ്മെന്റുകൾ ഏറ്റെടുക്കാതിരിക്കുക, കംഫർട്ട് സോണിലേക്ക് പോവുക. യെസ് ഓർ നോ? നിങ്ങൾക്കിപ്പോ വെറുതെ ഇരിക്കുമ്പോൾ സുഖമുണ്ട്, സമാധാനമുണ്ട്, കാര്യങ്ങളുണ്ട്, അതെനിക്ക് എൻജോയ് ചെയ്യണം, അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ദിസ് ഈസ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്. ദിസ് ഈസ് യുവർ ലിമിറ്റിംഗ്, ദിസ് ഈസ് യുവർ കംഫർട്ട് സോൺ. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പേടി. സമയം നഷ്ടപ്പെടുമെന്ന് പേടി. അവനെ വിളിക്കേണ്ട, സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണ്ട. അത് കൂടുതൽ ഞാൻ എന്താ വെച്ചാൽ ലൈക്ക് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ട, അവരുടെ കൂടുതൽ സമയം അവരെൻ്റെത് എടുക്കുമോ എന്ന പേടി. ബീയിങ് ലാഫ്ഡ് അറ്റ്, മറ്റുള്ളവർ പരിഹസിച്ച് എന്നെ കളിയാക്കി ചിരിക്കുമോ എന്ന പേടി. അതിന്റെ പേരിൽ എന്താ വെച്ചാല് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകാതിരിക്കുക. സോ വാട്ട് ആർ യു അഫ്രെയ്ഡ് ഓഫ്? വാട്ട് ഹാപ്പൻ ടു യു? ആരാ നിങ്ങൾക്ക് ഈ പേടി തന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഈ പേടി ലഭിച്ചത്? മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും? മറ്റുള്ളവർ എന്നെ പരിഹസിക്കുമോ? ഞാൻ മിസ്റ്റേക്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്നെ ഉപയോഗിക്കുമോ? അവരെന്നെ ചൂഷണം ചെയ്യുമോ? അവരുടെ മുൻപിൽ ഞാനൊരു പരിഹാസ കഥാപാത്രമാകില്ലേ? ഞാൻ അങ്ങനെയാണല്ലോ ഓരോ തവണയും അവിടെ പോയിട്ട് ആവുന്നത്. ഞാൻ എന്തിനാ അങ്ങനെ ആവുന്നത്? ഐ ഡോണ്ട് വാണ്ട് ടു. എന്നിട്ട് ഉള്ളിലേക്ക് ഒതുങ്ങി 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 ഇൻട്രോവേർട്ടായിട്ട് ഒതുങ്ങി ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ തീരെ നമുക്ക് എന്താ വെച്ചാൽ ലൈഫിൽ എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നമ്മൾ പോരാ, ഞാനെന്താ ഇങ്ങനെ, ഒരു ഡിസ്റ്റോർട്ടഡ് സെൽഫ് ഇമേജ് വരിക, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവുക. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. സോ ബീയിങ് ലാഫ്ഡ് അറ്റ്, ദെൻ വാട്ട് ഈസ് ദ ബീയിങ് റെഡിക്യൂൾഡ്, പരിഹസിക്കപ്പെടും. നമ്മൾ എന്താ വെച്ചാൽ കളിയാക്കപ്പെടുക. ബീയിങ് ക്രിട്ടിസൈസ്ഡ്, നമ്മൾ വിമർശിക്കപ്പെടുന്നത് നമുക്ക് പേടിയാണ്. ഇതെന്താ സംഭവം? ചെറുപ്പത്തിൽ വേണ്ടത്ര രീതിയിൽ സ്നേഹവും റെക്കഗ്നീഷനും അപ്രീസിയേഷനും കിട്ടിയില്ലെങ്കിൽ, കൂടുതൽ കിട്ടിയത് കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും സംഗതികളും ആണെന്നുണ്ട് എങ്കിൽ നമുക്ക് വല്ലാത്ത ദേഷ്യമായിരിക്കും, ക്ഷമയുണ്ടാവില്ല, നമ്മൾ ഡിഫെൻസ് മെക്കാനിസം വരും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ന്യായീകരിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവർ നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റുകൾ തിരിച്ചറിയാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ നമ്മൾ തയ്യാറാവില്ല. നമ്മൾ കുറച്ചുകൂടെ നാർസിസിസ്റ്റിക് ആയിട്ട് മാറും. മറ്റുള്ളവരെ യൂസ് ചെയ്യുന്ന, കാരണം നമ്മൾ എപ്പോഴും പേടിയിലാണ് ഉള്ളത്. മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യുമ്പോൾ അതിനു മുൻപ് അവരെ യൂസ് ചെയ്യണം.
ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കും, ഓവർ മാനിപ്പുലേറ്റീവ് ആയിട്ട് മാറും. മറ്റുള്ളവരെ യൂസ് ചെയ്യുന്ന നമ്മുടെ പേടി, ഇൻസെക്യൂരിറ്റീസിന് കാരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാൻ തയ്യാറാവില്ല, ബെനഫിറ്റ്സുകൾ ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല. എപ്പോഴും നമ്മളെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും ഈ ട്രോമ കിട്ടിയിട്ടുണ്ട് എങ്കിൽ. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ട്രോമ ഉണ്ടോ? അപ്പോൾ നമ്മളെ സേഫ് ആക്കാൻ എപ്പോഴും തോന്നുക, നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തോന്നുക. കാരണം ഒരുപാട് ചതിക്കപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഇതാണ് നമ്മൾ എന്താ വെച്ചാൽ, അപ്പൊ അത് എന്താ സംഭവിക്കുക? നമ്മളെങ്ങാനും നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളാണ്, നമ്മുടെ പോരായ്മ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ക്ലിയർ ആണോ? അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ലൈക്ക് നമുക്കത് ഫിയർ ആണ്. സോ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ന്യായീകരിക്കും, പ്രതിരോധിക്കും, തിരിച്ചു പറയും, കളവ് പറയും, മാനിപ്പുലേറ്റ് ചെയ്യും. സോ നമ്മൾ അത് ചെയ്ത നമുക്കറിയാം നമ്മൾ ചെയ്തത് ശരിയല്ല, നമ്മൾ പറഞ്ഞത് കളവാണ്, നമ്മൾ ന്യായീകരിക്കുകയാണെന്നറിയാം. എന്നിട്ട് അതിന്റെ പേരിൽ നമുക്ക് നമ്മളോട് വീണ്ടും വെറുപ്പ്, നമ്മുടെ ഉള്ളിൽ ഗിൽറ്റ്, ആകെപ്പാട് നമ്മൾ എന്താ വെച്ചാൽ വല്ലാത്ത പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകും. ആൻഡ് വി ആർ സ്റ്റക്ക്. ക്ലിയർ ആണോ? ഇത് റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിശ്വസിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പാർട്ണർഷിപ്പ് ഫ്രണ്ട്ലി ആവാനൊക്കെ അപ്പൊ നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ ഒറ്റയാനായി പോകും, ഒറ്റപ്പെട്ടു പോകും. ആരുടെ കൂടെയും പാർട്ണർഷിപ്പിന് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല, ഫ്രണ്ട്സിന് ട്രസ്റ്റ് ഉണ്ടാവില്ല. ഫ്രണ്ട്സ് ഉണ്ട് എന്തിന്? ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഉപകാരമില്ലാത്ത, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത, നമ്മളെ മനസ്സിലാക്കാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ വേണ്ട എന്ന് പറയുന്നത് ആരാന്നറിയോ? ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഉള്ള, നമ്മളെ പരിഹസിക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഫ്രണ്ട്സ് നമുക്ക് വേണ്ട. നമ്മളെ ചതിക്കുന്നവർ, നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മൾ വിളിച്ചാൽ എടുക്കാത്ത. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എന്നെ മനസ്സിലാക്കാത്ത, നമ്മളെ മനസ്സിലാക്കാത്ത എന്ന ഒരു 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 എന്നിലേക്ക് ചുരുങ്ങുന്ന സ്വഭാവം. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എന്ന് പറയുന്ന വാക്കുകൾ വരും, സ്വയം പുകഴ്ത്തുന്ന വാക്കുകൾ, സ്വയം ന്യായീകരിക്കുന്ന വാക്കുകൾ. നമ്മൾ എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്ന് പറയുന്ന വാക്കുകൾ കൂടുതൽ കയറി വരുന്ന അവസ്ഥ. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റിയാണ്. നിങ്ങൾ എന്ത് പറയുന്നു എന്ന് നിങ്ങൾക്ക് പലതും പറയാൻ, മറച്ചു വെക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ വാക്കുകളും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ഇൻസെക്യൂരിറ്റീസ്. അപ്പം കൂടുതൽ ഞാൻ എന്ന് സ്വയം പൊങ്ങി സംസാരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ വേറൊരാളും അയാളെ മനസ്സിലാക്കുന്നില്ല, അയാളെ മനസ്സിലാക്കിയിട്ടില്ല, അയാൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയിട്ടില്ല, അയാളുടെ പേടികളാണ് ആ കാണിക്കുന്നത്. ഇൻസെക്യൂരിറ്റീസ് ആണ്, അയാൾ അനുഭവിച്ച വേദനകളാണ് അതിലൂടെ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പേടി നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുക, നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുക, ഈ പേടി നമ്മളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുക, നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയെ നിയന്ത്രിക്കുക, ക്ഷമയില്ലായ്മയിലേക്ക് അത് നയിക്കുക, സെൽഫിഷ് ആവുന്നതിലേക്ക് അത് നയിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിലേക്ക് നയിക്കുക. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഹലോ? സോ അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പേടികളുണ്ട്? ഓക്കെ, അടുത്ത പേടി എന്താണ്? അടുത്ത പേടി എന്താണ്? അല്ലേ, ബീയിങ് ഫേമസ്. മറ്റുള്ളവര് ഭയങ്കര ഫേമസ് ആയി പോവുക എന്നുള്ള പേടി. കാരണം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫേമസ് ആയി കഴിഞ്ഞാൽ, ഒരുപാട് പേര് എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള പേടി. സൗന്ദര്യം കൂടിപ്പോകുമോ എന്നുള്ള പേടി. സൗന്ദര്യം കൂടിപ്പോയതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് സൗന്ദര്യം വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾ. സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, പരാജിതരായുമോ എന്നുള്ള പേടി, വിജയിക്കുമോ എന്നുള്ള പേടിയുള്ളവര്, പാവപ്പെട്ടവനായിട്ട് പോകുമോ, ഞാൻ പാവപ്പെട്ടവനായി ഞാൻ തീരുമോ എന്ന പേടിയുള്ളവരുണ്ട്. സോ ഒരുപാട് ഫിയർ ഉണ്ട്, പല രീതിയിലുള്ള ഫിയറുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഏത് ഫിയർ ആണ് നിങ്ങൾക്കുള്ളത്? അടുത്തെന്താണ്? ചിലരുടെ പേടി എന്താണ്?
അല്ലേ? ബിക്കമിങ് സെക്കൻഡ് ഇൻ എ കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീഷനിൽ രണ്ടാമതായി പോകുന്നുള്ള പേടി. എപ്പോഴും നമ്പർ 1 ആണോ, നമ്പർ 1 ആണോ, നമ്പർ 1 ആണോ എന്നുള്ള ചിന്ത. മാതാപിതാക്കൾ എപ്പോഴും ടോപ്പായിരിക്കണം എന്നുള്ള ചിന്ത കൊടുത്ത് നമ്പർ 1 ആയി പോവോ എന്ന്, ഒരു നമ്പർ സെക്കൻഡ് ആയി പോവോ എന്നുള്ള പേടി. അത് മോശമാണ്. അട്രാക്ടിങ് അൺനെസസറി ആയി പോകുമോ എന്നുള്ള പേടി. ഞാൻ എന്താ വെച്ചാൽ എനിക്കൊരു ഉപയോഗമില്ലാത്തൊരു വ്യക്തിയായിട്ട് ഞാൻ മാറുമോ എന്ന പേടി. അറ്റൻഷൻ സീക്കിങ് ആയി പോകുമോ എന്നുള്ള പേടി. ലൈക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്കിങ് എനിക്ക് സ്വഭാവം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഒരുപാട് അറ്റൻഷൻ എനിക്ക് സ്വീകരിക്കേണ്ടി വരുമോ? സ്റ്റേജിൽ കയറിയിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുമോ എന്ന പേടി. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ എന്നുള്ള പേടി. ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത പേടി. സോഷ്യൽ ആങ്സൈറ്റി. എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുമോ, എന്റെ വസ്ത്രധാരണം കറക്റ്റ് ആണോ, എന്റെ ഇങ്ങനെ നോ കോൺസെപ്റ്റ്. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. സിംഗിങ്, പാട്ട് പാടാൻ പേടിയാണ്. ഒറ്റയ്ക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ പേടിയാണ്. ബീയിങ് വിത്ത് യുവർ സെൽഫ്, അതിനെ പേടിക്കുന്നവരുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുള്ളവരുണ്ട്. ഡാൻസിങ്ങിന് പേടിയുള്ളവരുണ്ട്, സംസാരിക്കാൻ പേടിയുള്ളവരുണ്ട്, പബ്ലിക് സ്പീക്കിങ്ങിന് പേടിയുള്ളവരുണ്ട്, പുതിയ വീട്ടിലേക്ക് പോകാൻ പേടിയുള്ളവരുണ്ട്, ആരും എന്നെ മനസ്സിലാക്കില്ലേ എന്നുള്ള പേടിയുണ്ട്, ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ എന്നുള്ള പേടിയുണ്ട്, എനിക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻ കിട്ടില്ലേ എന്നുള്ള പേടിയുണ്ട്. ആ ഒരു പുതിയ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, പുതിയ വ്യക്തികളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട്, അപ്പൊ അതുകൊണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് മടി കുടുങ്ങുന്ന അവസ്ഥയുണ്ട്. ഈ പേടി കാരണം മടി വരുന്നതുണ്ട്, നീട്ടിവെക്കുന്ന സ്വഭാവമുള്ളതുണ്ട്. പേടി കാരണം നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ കാരണം ഏത് പേടിയാണ്? ഐഡന്റിഫൈ ദാറ്റ്. ഏതോ ഒരു പേടി ഉണ്ടോ? നോട്ട് ഗിവൺ ക്രെഡിറ്റ് ഓഫ് എ ജോബ്. ചെയ്ത ജോലിക്ക് ഇതിനു മുൻപ് എന്ത് കിട്ടിയില്ല? വില കിട്ടിയിട്ടില്ല, റെക്കഗ്നിഷൻ കിട്ടിയില്ല. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെ എത്രയോ ആൾക്കാർക്കില്ലേ? ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, കിച്ചണിൽ ജോലി ചെയ്തു, ഇത്രയും കാലം കൂടെ ജീവിച്ചു, കാര്യങ്ങൾ എത്ര ചെയ്തു കൊടുത്തിട്ടും, അല്ലെ, മാതാപിതാക്കളെ നോക്കി, അവരെ ശുശ്രൂഷിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നിട്ടും റെക്കഗ്നീഷൻ ഇല്ല. എന്താ കാരണം? ഓപ്പോസിറ്റ് പാർട്ണർക്ക് ഇതേപോലെ പേടിയുണ്ട്. അവരുടെ പേടി എന്താണ്? അവർക്ക് പരിഗണന കിട്ടിയിട്ടില്ല, അവർക്കുള്ള എല്ലാം എനിക്ക് കിട്ടണം, സ്നേഹം കിട്ടിയിട്ടില്ല, റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ റെക്കഗ്നീഷൻ തീരെ കിട്ടാത്ത ആൾക്കാർക്ക് എന്താ വെച്ചാൽ അവരുടെ പേടി എപ്പോഴും എന്തായിരിക്കും? എനിക്ക് റെക്കഗ്നീഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാവില്ലേ, വേറൊരാൾക്ക് റെക്കഗ്നീഷൻ കൊടുക്കുന്നത് പേടിയാണ്. വേറെ കാരണം ഇവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, അവർക്ക് അറ്റൻഷൻ കിട്ടിയിട്ടില്ല, അപ്പൊ എല്ലാം എന്നിലേക്ക് വേണം, വേറൊരാൾക്ക് കൊടുക്കാൻ പേടിയാണ്, വേറെ ആളുമായിട്ട് ഷെയർ ചെയ്യാൻ പേടിയാ, അറ്റൻഷൻ, റെസ്പെക്ട്. ഇപ്പൊ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ നഷ്ടപ്പെടുവോ എന്നുള്ള പേടിയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ ദിസ് ഫിയർ, നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് കുറെ ഫിയർ ഉണ്ട്, അവരനുഭവിച്ച ട്രോമകളിൽ നിന്ന് അവർക്ക് കുറെ ഫിയർ ഉണ്ട്. നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്ട്രോങ് ആയി ബെറ്റർ ആയിട്ട് വരുമ്പോൾ മറ്റേയാളും അതിലേക്ക് അനുകൂലമായി ചേഞ്ച് ആകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങും. ക്ലിയർ അല്ലേ? സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ശ്രമിക്കാം. സോ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വാശി പിടിക്കരുത്. വാശി പിടിച്ചാൽ അത് പുതിയ ദുഃഖത്തിനും, പുതിയ പേടിക്കും, പുതിയ പ്രശ്നത്തിനും, പുതിയ ട്രോമയ്ക്കും ചിലപ്പോൾ കാരണമാകും. കാരണം അവർക്ക് അത് മനസ്സിലാവില്ല. സോ സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? സോ മനസ്സിലാക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ എനിക്കൊരു പരിഗണന തരുന്നില്ല, നമ്മൾ അത്രയും സ്നേഹിച്ചിട്ട് സംഗതികൾ ചെയ്തിട്ട് പരിഗണന തരുന്നില്ല. സോ ഡെലിഗേറ്റിംഗ്, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പേടിയുള്ളവരുണ്ട്. ജോലി ചെയ്യുന്നിടത്ത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലി വേറെ ആരും ചെയ്താൽ ശരിയാവില്ല, ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ചിന്താഗതി. അതേപോലെ ബിസിനസ്സിലൊക്കെ വരുന്ന വെച്ചാൽ, ജോലിക്കാരെന്ന് വെച്ചാൽ ബിസിനസ് ഓണർ ഉണ്ടാവും. ബിസിനസ് വളരാത്തതിന്റെ കാരണം എന്താണ്? ആ ജോലി ഞാൻ തന്നെ ചെയ്യണം. ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി ശരിക്കും ഇദ്ദേഹം ചെയ്യാൻ പാടില്ല. കാരണം ഇദ്ദേഹത്തിന്റെ കഴിവും അറിവും എക്സ്പീരിയൻസും വെച്ചിട്ട് ചെയ്യേണ്ട ജോലിയല്ല. ഇദ്ദേഹം ഇപ്പോഴും കണക്ക് നോക്കുന്നുണ്ടാകും. ഒരു അക്കൗണ്ടന്റിനെ വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള, ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ടുള്ള
ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയായിരിക്കാം ചിലപ്പോൾ ഫ്രഷർക്ക് ചെയ്യാൻ പറ്റുന്ന പണി പോലും ഇദ്ദേഹം ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സമയം വേസ്റ്റ് ആക്കുകയാണ്. ഇദ്ദേഹം ഇതിലേറെ സ്മാർട്ട് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട, പ്രഡിക്റ്റബിൾ അല്ലാത്ത അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് കമ്പനിയെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതിയിലേക്ക് ചിന്തിക്കേണ്ട ആളാണ് കമ്പനി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുകാർ കമ്പനി ഒരിക്കലും നടത്തിക്കൊണ്ടിരിക്കരുത്. നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ഗ്രോ ചെയ്യില്ല. മറിച്ചെന്ന് വെച്ചാല് ബിസിനസ്സുകാരൻ പ്രോഫിറ്റബിൾ ആക്കുക, റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിലേക്കും പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിലേക്കും അതേപോലെ തന്നെ ഗ്രോത്ത് മൾട്ടിപ്ലിക്കേഷൻ ആക്ടിവിറ്റീസിലേക്കും ഓപ്പർച്യൂണിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്ടിവിറ്റീസിലേക്കും ഫോക്കസ് ചെയ്യണം. ടീം ബിൽഡിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യണം. അപ്പോഴാണ് ബിസിനസ് വളരുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ബാങ്കിൽ പോകുന്ന ജോലി, മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ മറ്റുള്ള ആൾക്കാർക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന പല ജോലികളും നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഏൽപ്പിക്കാതെ, ഡെലിഗേറ്റ് ചെയ്യാതെ നിങ്ങൾ തന്നെ പിടിച്ചിരിക്കുന്നു. എല്ലാത്തിലും നിങ്ങൾ മൈക്രോ മാനേജ് ചെയ്യുന്നു. എല്ലാം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം, എല്ലാത്തിനും കണ്ട് നിങ്ങൾ അവിടെ വേണം എന്നുള്ള തിങ്കിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഗ്രോ ചെയ്യില്ല. ബിക്കോസ് യു ആർ നോട്ട് ഫോക്കസിങ് ദ ഗ്രോത്ത് പാർട്ട്, യു ആർ ഫോക്കസിങ് ദ റണ്ണിങ് പാർട്ട് ഓർ ദ സേഫ്റ്റി പാർട്ട്, ദ സർവൈവൽ പാർട്ട്. You will stuck in survival mode. And that is a fear. മറ്റുള്ളവരിൽ വിശ്വസിക്കാനുള്ള പേടി, സ്വന്തത്തിലെ വിശ്വാസമുള്ള, ഇത് ട്രോമ റെസ്പോൺസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരെ വിശ്വാസമില്ലാത്തത് എന്താ വെച്ചാൽ ഇതിനു മുൻപ് പലതും ഏൽപ്പിച്ച സമയത്തോ അല്ലെങ്കിൽ ഞാൻ ചെയ്താലേ റെഡി ആവുള്ളൂ എന്നുള്ള ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ അവർ അപകടം വരുത്തോ, മിസ്റ്റേക്സ് വരുത്തോ എന്നുള്ള പേടി. കാരണം നമ്മൾ തന്നെ മിസ്റ്റേക്സ് വരുത്തോ എന്നുള്ള പേടി നമുക്കുണ്ട്. ആ പേടി നമ്മൾ പ്രൊജക്ട് ചെയ്യാണ് മറ്റുള്ളവരിൽ. നമ്മൾ ഭയങ്കര എക്സ്ട്രാ അലേർട്ട് ആവുകയാണ്. നമ്മൾ വല്ലാണ്ട് ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മൂഡ് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലേക്കും പേടി കയറി വരും. അങ്ങനെ പേടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് കാര്യത്തിലും ആരെയും വിശ്വാസമില്ലാത്ത, നമ്മൾ തന്നെ എല്ലാത്തിനും വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ കഴിയില്ല, ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവരായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ബിക്കംസ് എ റോഡ് ബ്ലോക്ക്. അടുത്തെന്താണ്? റിക്രൂട്ടിംഗ് പീപ്പിൾ ഹു ആർ സ്മാർട്ടർ ദാൻ. നമ്മളെക്കാളും സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾക്ക് റിക്രൂട്ട് ചെയ്യാൻ പേടി. ഇവന് വന്നു കഴിഞ്ഞാൽ, ഇവൻ ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവൻ എന്റെ ബിസിനസ്സും കൊണ്ട് പോകുമോ എന്നുള്ള പേടി, ഇവൻ എന്നെ ചതിക്കുമോ എന്ന പേടി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതേഴ്സ് ലൂസിങ് ഫ്രം യുവർ എഫേർട്ട്. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ള പേടി. നിങ്ങൾ കൂടുതൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പാവപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക്, കുറെ ബിസിനസ്സുകാർക്ക് നഷ്ടം ഉണ്ടാകുമോ എന്നുള്ള പേടിയുണ്ട്. നിങ്ങൾ കൂടുതൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ബിസിനസ്സുകാരെ അത് ബാധിക്കുമോ, അവർക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ള പേടി. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പലർക്കും നഷ്ടം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവുമോ, നഷ്ടപ്പെടുമോ, അവരെന്ത് ചിന്തിക്കും എന്ന് പേടിച്ച് നിൽക്കുന്നവരുണ്ട് അല്ലെ? മറ്റുള്ളവർക്ക് അസൂയ വന്ന് അവരുടെ മനസ്സമാധാനം പോകുമോ? വാട്ട് ഈസ് ദ ഫിയർ ദാറ്റ് യു ആർ ഹോൾഡിങ്? നിങ്ങളുടെ വീട്ടുകാർക്ക് നഷ്ടമുണ്ടാകുമോ എന്ന പേടിയില്ലേ? ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു ഇമേജ് പ്രശ്നം വരുമോ, തറവാടിന്റെ പേര് പോകുമോ, കുടുംബത്തിന്റെ പേര് നഷ്ടപ്പെടുമോ, അവർക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കാതിരിക്കുക, അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുമോ? ദാറ്റ് ഈസ് ആൾസോ എ ഫിയർ. അടുത്തെന്താണ്? അതേഴ്സ് ഗെയിനിങ് ഫ്രം യുവർ ഓൺ എഫേർട്ട്. നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവര്, ഓക്കെ ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നു എന്നിട്ട് മറ്റുള്ളവര് എന്നിൽ നിന്ന് നേടുന്നു എന്ന പേടി, എന്നെ അവർ യൂസ് ചെയ്യുന്നു എന്ന ചിന്താഗതി വരിക, അത്തരത്തിലുള്ള പേടി വരിക. സോ ആൾക്കാർക്ക് പല രീതിയിലുള്ള പേടി. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ വളരാത്തത്? നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടാത്തത്, മറ്റുള്ളവരുടെ കൂടെ കൂട്ടാത്തത്, അവരുടെ ഇടയിൽ ട്രാപ്പിലായി പോകുമോ എന്ന പേടി. യെസ് ഓർ നോ? അവരെന്നെ കൺട്രോൾ ചെയ്യുമോ എന്ന പേടി. അതിന്റെ പേരിൽ ചില ജോലി ചെയ്യില്ല, ചില കൊളാബറേഷൻ പാർട്ണർഷിപ്പിലേക്ക് കിടക്കില്ല. അതിന്റെ പേരിൽ ബിസിനസ്സിൽ സ്ട്രക്ക് ആയി നിൽക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ടീം മെമ്പേഴ്സിന് വേണ്ടി വരും, നല്ല പാർട്ട്നേഴ്സിന് വേണ്ടി വരും, but you are stuck there. So life becomes stuck. അൺനോണിനെ പേടി, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പേടി, ചിന്തിച്ചു കൂട്ടിയിട്ട് പേടിക്കുകയാണ്. അത് അങ്ങനെയാവുമോ, ഇതിങ്ങനെയാവുമോ എന്നുള്ള രീതിയിൽ പേടി, ഓവർ തിങ്കിങ്. ആക്സിഡന്റുകളെ പേടിയുണ്ട്, ഭാര്യയെ പേടിയുള്ളവരുണ്ട്, ഭർത്താവിനെ പേടിയുള്ളവരുണ്ട്, ഹസ്ബൻഡിന്റെ പാരന്റ്സിനെ പേടി, ഹസ്ബൻഡിന്റെ പാരന്റ്സിനെ പേടി, സ്വന്തം പാരന്റ്സിനെ പേടി, നല്ലൊരു സ്ട്രാറ്റജി ഷീറ്റ് ഉണ്ടാക്കുന്നതിന് പേടി, നല്ല പ്ലാനുകൾ ഉണ്ടാക്കാൻ പേടി.
കുട്ടികളെ പേടിയുള്ളവരുണ്ട്. കുട്ടികളെ വളർത്തുക എന്നുള്ളത് പേടിയുള്ളവരുണ്ട്. അതിന്റെ പേരിൽ ഒരു ഹാപ്പി ഫാമിലി നിലനിർത്താൻ കഴിയും. ഇനിയും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കരിയർ സ്റ്റക്കായി പോകുമോ എന്ന പേടി എത്രയോ സ്ത്രീകൾക്കുണ്ട്. ഇറ്റ്സ് വെരി ഓബ്വിയസ്. അത് തീർച്ചയായിട്ടും ഏത് കാര്യമാണെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ പേടി വരും. അതേപോലെ കുട്ടികളെ എനിക്ക് നല്ല രീതിയിൽ വളർത്താൻ കഴിയും. ഇത്രയും ട്രോമ ഉണ്ടായിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഇനി എനിക്കൊരു മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ആ മക്കളെ ഞാൻ എങ്ങനെ, കുട്ടികളുടെ കാര്യങ്ങൾ ആലോചിച്ച് പേടി, അവരുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ട് പേടി, സമൂഹത്തിനെ പേടി, മക്കളെ പേടിച്ചിട്ട് നിൽക്കുന്നവരുണ്ട്. എത്ര പ്രായമായില്ലേ, ഇനി മക്കൾ പറഞ്ഞു കേട്ട് നിൽക്കണം. 40-50 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് മക്കള് വലുതായിട്ട് മക്കൾ ഇനി മക്കളോട് ചോദിക്കണം, മക്കളോട് ചോദിക്കണം, മക്കളോട് ചോദിക്കണം. പറഞ്ഞ ആദ്യം മാതാപിതാക്കളോട് ചോദിക്കണം, മാതാപിതാക്കളോട് ചോദിക്കണം എന്നാലും പിന്നെ ജീവിത പങ്കാളിയോട് ചോദിക്കണം. ഇത് ജീവിത പങ്കാളി എന്ത് വിചാരിക്കും, പിന്നെന്താണ് മക്കൾ എന്ത് വിചാരിക്കും, അങ്ങനെ ലൈഫ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അങ്ങോട്ട് തീരും. പറഞ്ഞോ. അപ്പോ നമ്മൾ പേടിയാണ്. നമ്മൾ ശരികളിലേക്ക് വരണം, നമ്മുടെ നല്ല ശരികളിലേക്കും നന്മകളിലേക്കും വരണം. ലൈഫ് ഷുഡ് നോട്ട് ബി സ്റ്റക്ക്. ആദ്യം മാതാപിതാക്കളെ പേടി, പിന്നെ മക്കളെ പേടി, അങ്ങനെ പേടിച്ചു ജീവിക്കേണ്ടതല്ല. യു ഡിസേർവ് ഹാപ്പിനെസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് നന്മകളും സന്തോഷങ്ങളും കാര്യങ്ങളുടെ പിറകെ പോകണം. ആ യാത്ര പോകാൻ ആഗ്രഹിച്ചിട്ടോ പോകണം. മക്കള് തടയാൻ പാടില്ല. അവര് തടയുമോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് നിൽക്കരുത്. ആ ജോബ് ചേഞ്ച് ചെയ്യണം ആഗ്രഹമുണ്ടോ, ചേഞ്ച് ചെയ്യാം. പക്ഷെ അതെങ്ങനെ ചേഞ്ച് ചെയ്യും? ആ പേടിയുണ്ട്, ആ പേടി ആദ്യം മറികടക്കും, ഹീൽ ചെയ്യണം. അവിടെയാണ് ഹീലിംഗിന്റെ പ്രാധാന്യം. പേടികൾ ഓരോന്നിനെയും മറികടക്കണമെന്നുണ്ടെങ്കിൽ ഹീലിംഗ് നമ്മൾ ചെയ്ത് ആ പേടി വന്നത് എവിടെ നിന്നാണ്? യു ഗോ ത്രൂ ഹീലിംഗ് പ്രോസസ്, then you transform. That's how you become. പലരാലും ബന്ധനസ്ഥനാക്കപ്പെട്ട എന്ന തോന്നലാണ് നമുക്കുള്ളത്. യെസ്, ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, വേർ ആർ യു സ്റ്റക്ക്? ഏത് പേടിയില്ല നിങ്ങൾ സ്റ്റക്കായി? ഒരുപാട് പേടിയുണ്ടല്ലേ, ഞാൻ ഒരുപാട് ലിസ്റ്റ് കൂടെ കാണിക്കുന്നുണ്ട്. സോ പീപ്പിളിനെ പേടി, ആൾക്കാരെ പേടി, അവരുടെ ഒപ്പീനിയൻസിനെ പേടി, അല്ലെ, അവരെന്ത് വിചാരിക്കും? നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മുടെ ലൈഫ് 30 ആൾക്കാരിൽ തളയപ്പെട്ടിരിക്കുക. നമ്മൾ അറിയുന്ന ഒരു 30 പേരുണ്ട്, അവരെ പേടിയാണ്. നമ്മളെ അറിയുന്ന 30 പേരുണ്ട്, അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും? അവരാണ് നമ്മുടെ ഏറ്റവും വലിയ പേടി. അവിടെ അടുത്തുള്ള ഈ 30 പേരുടെ സർക്കിളിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും? സോഷ്യൽ മീഡിയയിൽ ആകെ വാർത്തയാകുമോ അവരെ പറ്റി, അവരൊക്കെ എന്നെ പറ്റി എന്ത് ചിന്തിക്കും? എല്ലാവരും കമന്റ് ചെയ്യുമോ? ഇപ്പൊ അത് ആ ഒരു പുതിയൊരു പേടി കൂടിയുണ്ട്, പണ്ടത്തെ പോലെയല്ല, അല്ലെ? എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് പബ്ലിക് ആകുമോ? വീഡിയോ ആക്കി ആരെങ്കിലും നമ്മളെ, അല്ലെ, നമ്മളെ ലൈഫ് പാർട്ണർ നമുക്കെതിരെ ഉപയോഗിക്കുമോ? അല്ലെങ്കിൽ നമ്മള് വി ആർ ഇൻ എ കംപ്ലീറ്റ്ലി ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിക്കും. എപ്പോഴും പേടിയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ എന്താ വെച്ചാല്, സോഷ്യൽ മീഡിയയിൽ വന്നാലും ഇതിന്റെ പേടി എവിടെയൊക്കെ വരുന്നത്? അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയി മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ, നമ്മൾ അറിയാത്ത ആൾക്കാർ നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പേടിയുള്ളവരുണ്ട്. എന്നാൽ അതിലേറെ പേടി എന്താ വെച്ചാൽ, ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ആരെയാണ്? നമ്മുടെ നാട്ടുകാരെയാണ്. അവരെ ഫേസ് ചെയ്യാൻ പേടി. ഈ പറഞ്ഞ 30 പേർ, അതിൽ ആരൊക്കെ ഉണ്ടാവും? നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, അങ്കിളുമാര്, നിങ്ങളുടെ ആന്റിമാര്, ലൈക്ക് യുവർ വെരി ക്ലോസ് റിലേറ്റീവ്സ്. ഇവരൊക്കെ പേടിച്ചിട്ട് ലൈഫ് സ്റ്റക്കാണ്. വി കനോട്ട് ഗിവ്. ഒറ്റ അവസരമല്ലേ ഉള്ളൂ. യു ആർ ഗെറ്റിംഗ് വൺ ചാൻസ്. മരണപ്പെട്ടതിന് ശേഷമുള്ളത് വേറെ കാര്യം. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ യു ഗോട്ട് വൺ ചാൻസ്, റൈറ്റ്? And if you're not living, if you're stuck inside, if you're not happy, what is the point? What is the point? If you're not living, you're already dead. ഈ പേടിയിലാണ് കുടുങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ you are not living. We are not living. We're already dead. Yes or no? എത്ര കാലമായി ആ ആഗ്രഹം കൊണ്ട് നടക്കുന്നു? എത്ര കാലമായി യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു? എത്ര കാലമായി സോഷ്യൽ മീഡിയയിൽ പലതും കാണുമ്പോൾ നമുക്ക് ആഗ്രഹം വരുന്നുണ്ട്, അല്ലെ?
അവരെ പോലെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവരെ പോലെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കമ്പാരിസൺ നടത്തിയിട്ട്. സോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഹാപ്പിനെസ് നമുക്ക് വേണം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കണം. ലൈഫ് ഇനിയും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, ആസ്വദിക്കാനുണ്ട്, സ്റ്റക്കായിട്ട് തീരാനുള്ളതല്ല. ഡോണ്ട് ലീവ് യുവർ ലൈഫ് അൺഹാപ്പിലി. ഓക്കെ? സോ ആ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റണം. പക്ഷെ അത്തരത്തിലുള്ള സംഗതികൾ, അതിന് നമ്മളെ മൈൻഡിൽ നമ്മൾ ഹീൽ ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. എന്നാലാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പല ആൾക്കാരുടെയും സപ്പോർട്ടും സ്നേഹവും സഹകരണവും കിട്ടിയാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. പലരും നമ്മളെ മനസ്സിലാക്കിയാൽ. നമ്മൾ തെറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ശരിയായ നമ്മളെ പല ആഗ്രഹങ്ങളേ ഉള്ളൂ. അവരുടെ സപ്പോർട്ടാണ് കിട്ടേണ്ടത്. അത് കിട്ടാതെയാകുമ്പോഴാണ് നമുക്ക് പേടി. ആ സപ്പോർട്ട് കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ എനർജിയെ അലൈൻ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ എനർജിയെ അലൈൻ ചെയ്യാൻ പറ്റും. ഹയർ ലെവലിലേക്ക് നമുക്ക് വേണം. നമ്മുടെ എനർജി ചേഞ്ച് ആയി കഴിഞ്ഞാൽ അവരുടെ എനർജിയും ചേഞ്ച് ആകും. അവർ നിങ്ങളോട് പെരുമാറുന്ന രീതി മാറും, നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതി മാറും, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലാകുന്നുണ്ടോ? You can heal and you can create a beautiful life where you will be supported in the right way. ഹീലിംഗ് ആണ് പ്രധാനം. സോ ആ ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഫിയറിനെ ഒക്കെ മറികടക്കാൻ നമുക്ക് പറ്റുമോ? അല്ലെ? പിന്നെ എന്തിനാ പേടിയുള്ളവരുണ്ട്? റിജക്ഷൻ, റിജക്ട് ചെയ്യപ്പെടുമോ? ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാൻ പേടി. റിജക്ട് ചെയ്യപ്പെടുമോ? ആശയങ്ങൾ പറയാൻ പേടി. റിജക്ട് ചെയ്യപ്പെടുമോ? സെയിൽസിന് വേണ്ടിയിട്ട് കസ്റ്റമറെ വിളിക്കാൻ പേടി, അയാൾ റിജക്ട് ചെയ്താൽ. റിജക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു, മോശമായില്ലേ, മിസ്റ്റേക്സ് ചെയ്തില്ലേ, നേരത്തെ പറഞ്ഞ നല്ല കുട്ടി, ബെസ്റ്റ് പെർഫോമർ ആവാൻ, സക്സസ് ആവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം റിജക്ഷൻസിനെ പേടി, പരാജയത്തെ പേടി, അണ്ടർ പെർഫോമൻസ് ആയി പോകുമോ എന്ന പേടി, എല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്ത, അപ്പൊ മോശം ഇത് കുറഞ്ഞു പോകും, മിസ്റ്റേക്ക് പറ്റുമോ എന്ന പേടി, എല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്താകും. പെർഫെക്ഷനിസം ഒരു പേടിയിൽ നിന്ന് വരുന്നു. ബെസ്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള പേടി. അപ്പൊ അവിടെ എന്താ വേണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം. ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ, നോട്ട് പെർഫെക്റ്റ്. അതിലേക്ക് നമ്മൾ എത്തണം. അവിടെയാണ് നമ്മൾ സ്ട്രെസ് ഫ്രീ ആവുന്നത്. അപ്പൊ നമ്മൾ നമ്മളോട് പറയേണ്ട ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാചകമുണ്ട്. കൈയോടെ വെച്ച് ഇറ്റ്സ് ഓക്കെ. പേടിയെ മറികടക്കണമെങ്കിൽ ചെയ്യേണ്ടത് പറയണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. എന്താണോ ഞാൻ പേടിക്കുന്ന പേടി, ആ പേടി എനിക്ക് വരുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നിൽ അതുണ്ട്, ഞാൻ അത് അഡ്മിറ്റ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയും ഇറ്റ്സ് നോട്ട് ഓക്കെ, എനിക്കെല്ലാം പെർഫെക്റ്റ് ആവണം, എനിക്കെല്ലാം ശരിയായേ പറ്റൂ, അയാളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ പറയേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു ഫീൽ പെർഫെക്ഷനിസം എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്, ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. Because you will feel it, because you have been practicing it a lot, and that's okay. So show some love. Paraya, it's okay to make mistakes. അപ്പൊ നിങ്ങൾക്ക് പേടിയാവും, അങ്ങനെ ഞാൻ എൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടില്ലേ, പിന്നെ ഞാൻ എല്ലാ മിസ്റ്റേക്സുകളും വരുന്ന ഒരു വ്യക്തിയായിട്ട് മാറില്ലേ, ഞാനൊരു പുവർ പെർഫോമർ ആയി പോവില്ലേ. You are scared about that, and that's okay. Show some love. You are hurting yourself. നിങ്ങളെ ഹേർട്ട് ചെയ്യായിരുന്നു, പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു, ബെസ്റ്റ് ആവാൻ ശ്രമിച്ചു, നല്ല ഇമേജ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു, മറ്റുള്ളവരുടെ അപ്രീസിയേഷന് വേണ്ടിയിട്ട്. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടണ്ട, മറ്റുള്ളവരുടെ മുൻപിൽ മോശമാവല്ല, ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടത്, എന്നെ സ്നേഹിക്കാണ് വേണ്ടത്. എനിക്ക് വേണ്ടത് സ്നേഹമാണ്. ഓൾ ഐ നീഡ് ഈസ് ലവ്. മനസ്സറിഞ്ഞ് കഴിച്ചിട്ട് പറയാം, I love myself. I love myself. I accept myself. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു.
വിത്ത് ഓൾ ദ പെയിൻ ആൻഡ് ഇൻഹിബിഷൻസ്, എല്ലാ പോരായ്മകളും എല്ലാ സംഗതികളും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ forgive myself completely, genuinely, sincerely, deeply. I love myself. എനിക്ക് പേടിയുണ്ട്, എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പേടിയാണ്, എനിക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള അറിവുണ്ട്, കഴിവുണ്ട്, പക്ഷേ ഏറ്റെടുക്കാൻ പേടി. എൻ്റെ സമയം നഷ്ടപ്പെടുമോ പേടി, എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുമോ പേടി, ഒരുപാട് ജോലി ചെയ്യേണ്ടി വരുമോ എന്ന പേടി, അതിൽ സ്റ്റക്കായി പോകുമോ എന്ന പേടി, എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുമോ, എൻ്റെ സമാധാനം നഷ്ടപ്പെടുമോ, എനിക്ക് ഞാൻ ഒരുപാട് ഓടേണ്ടി വരുമോ എന്നുള്ള പേടി. വാട്ട് എവർ ദ ഫിയർ ഇസ് ദെയർ, എൻ്റെ ഉള്ളിൽ അതുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. പേടി എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഐ ഡോണ്ട് നീഡ് ടു ഫീൽ ദാറ്റ് ഫിയർ. ആ ഫിയർ ഇനി ഞാൻ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ലെറ്റ് ഇറ്റ് ഗോ. ഇറ്റ്സ് ഓക്കെ. എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക്. ശരിയായ ട്രാക്കിലാണ് ഞാനുള്ളത്. ഐ വിൽ ബി സേഫ്. ഐ ആം സേഫ്. ഐ ട്രസ്റ്റ് ദ പ്രോസസ്. എനിക്കറിയില്ല എങ്ങനെ ഇതെന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്, എങ്കിൽ പോലും ഞാൻ ഈ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നു. യൂണിവേഴ്സ് ഇസ് വിത്ത് മീ. ഗോഡ് ഈസ് വിത്ത് മീ. ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രപഞ്ചശക്തി എൻ്റെ കൂടെയുണ്ട്. പ്രകൃതി എൻ്റെ കൂടെയുണ്ട്. ഐ ആം പ്രൊട്ടക്റ്റഡ്. ഐ ആം ലവ്ഡ്. ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് ഇൻ ദിസ് ഫിയർ എനിമോർ. ഈ പേടിയിൽ, ഈ ഒരു പെർഫെക്ഷനിസം തിങ്കിങ്ങിൽ, ഈ ഒരു ഗുഡ് ഇമേജ് കീപ്പ് ചെയ്യാനുള്ള പ്രഷറിൽ എനിക്ക് ജീവിക്കേണ്ട. എനിക്കറിയാം ഞാൻ നല്ലതാണെന്ന്. എനിക്കറിയാം എൻ്റെ ഇൻറ്റൻഷൻ എല്ലാം നല്ലതാണെന്ന്. ഐ നോ. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. മിസ്റ്റേക്കിൽ വരുന്നത് ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ഇത് മോശമല്ലേ എന്ന ചിന്ത ഇപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫീലിങ്സ് വരുന്നതും ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ ഐ വിൽ നോട്ട് ഹേർട്ട് മൈസെൽഫ്. ഞാൻ എന്നെ ഹേർട്ട് ചെയ്യില്ല. ഞാൻ എന്നെ ജഡ്ജ് ചെയ്യില്ല. ഐ ലവ് മൈസെൽഫ്. എന്നെ ഞാൻ ഇഷ്ടപ്പെടും. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ forgive മൈസെൽഫ്. ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കും. ഒരുപാട് വേദനിപ്പിച്ചതിന്, ഒരുപാട് മിസ്റ്റേക്സുകൾ ചെയ്തതിന്, ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്തതിന് ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കും. ഐ forgive മൈസെൽഫ്. ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഐ എം സോറി. ഐ എം സോറി. പ്ലീസ് forgive me. ഐ എം സോറി. പ്ലീസ് forgive me. ഞാൻ അനുഭവിച്ച പേടികൾ, പ്രയാസങ്ങൾ, സംഗതികൾ കാരണം നീ ഒരുപാട് സ്റ്റക്കായിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഐ എം സോറി. ഐ എം സോറി. പ്ലീസ് forgive me. പ്ലീസ് forgive me. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. I forgive myself completely, genuinely, sincerely, deeply. Take a deep breath and breathe out. One more time, take a deep breath and breathe out. And relax. Okay? And open your eyes when you're ready. Yeah. So tell me, how do you feel? I understand. How do you feel now? You're feeling better? You're feeling. So you have to practice this. പതിയെ പ്രാക്ടീസ് ചെയ്തിട്ട് വരണം കേട്ടോ. സോ അത് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ ഡെവലപ്പ് ചെയ്ത് വരിക.
നമ്മുടെ പ്രോഗ്രാം വരാൻ പോവാണ്. ഫിയർ ഈസ് ദയർ, ബട്ട് വി ക്യാൻ ഡു. നമുക്ക് ഫിയർ ഉണ്ട്, അതിനെ മറികടക്കാൻ എന്താ ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യും. ലൈക്ക് അണ്ടർസ്റ്റുഡ് വാട്ട് മൈ ഫിയേഴ്സ് ആർ. ഇന്നത്തെ സെഷനിൽ ഇന്ന് നമ്മുടെ ഫിയേഴ്സ് നമ്മൾ മനസ്സിലാക്കിയെടുത്തു അല്ലെ? ഏത് ഫിയറാണ് നിങ്ങൾക്കുള്ളത് ഒന്ന് പറഞ്ഞേ. ഏത് ഫിയറാണ് നിങ്ങൾക്കുള്ളത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്ത് ഫിയറാണ് നിങ്ങളെ സ്റ്റക്ക് ആക്കി നിർത്തുന്നത്? വാട്ട് ഫിയർ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അതിപ്പോ ചില കാര്യങ്ങൾ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ വീട്ടിൽ തന്നെ, Yeah. അങ്ങനെ ഒരു ഫിയർ ഉണ്ട്. പിന്നെ പിന്നെ ഞാൻ ചെയ്താലേ ആകൂ എന്നുള്ള പേടിയുണ്ട് അല്ലെ? അപ്പൊ ആ ഫിയർ ഉണ്ട്, അതിൽ നമുക്ക് ലെറ്റ് ഗോ ചെയ്യണം അല്ലെ? മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങണം. വേറെന്ത് ഫിയേഴ്സാണ് നിങ്ങൾക്കുള്ളത്? Is there any other fear? Like പലതരത്തിലുള്ള ഫിയർ ഉണ്ട് കേട്ടോ, പലതരത്തിലുള്ള ഫിയർ ഉള്ളവരുണ്ട്. അപ്പം ആ ഫിയേഴ്സിനൊക്കെ നമുക്ക് എന്ത് വെച്ചാലും മറികടക്കണം. ഇറ്റ്സ് യുവർ ഫിയർ. ഫിയറിന്റെ റിയാലിറ്റി എന്താണെന്നറിയോ? ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ്. ഫാൾസ് എവിഡൻസ്. F for false, E for evidence, A for appearing, R for real. അതായത് തെറ്റായ സംഗതികൾ നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾക്ക് തെളിവുകളായിട്ട് മനസ്സ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുതരും. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന തെളിവുകളാണ്, ഫാൾസ് എവിഡൻസ് ആണ്, തെറ്റായ തെളിവുകളാണ് നമ്മുടെ മനസ്സ് കൊണ്ടുതരുന്നത്. ബിക്കോസ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നു, നമ്മൾ പേടിക്കുന്നു. ഫിയറിന്റെ ഒരു പവർ അതാണ്. നമ്മൾ പേടിക്കുന്നതോട് കൂടിയിട്ട് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് മൊത്തം കളക്ട് ചെയ്യും. ബിക്കോസ് ഫിയർ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു ഡിഫൻസ് മെക്കാനിസം, പ്രൊട്ടക്ഷനിലേക്ക് പോവാണ്. പേടിക്കുകയാണ്. പേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സേഫ് ആക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റോറികളും, ന്യായീകരണങ്ങളും നമ്മൾ തേടും. അല്ലേ? ആ ന്യായീകരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ പേടിയിലേക്ക് നയിക്കുന്നത്, നമ്മളെ സ്റ്റക്ക് ആക്കി നിർത്തുന്നത്, ആ ഡിസിഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി. കാരണം എടുക്കാൻ പേടിയാണ്. ചോദിച്ചോട്ടെ, മരണഭയമാണ് എനിക്ക്. മരണഭയമാണ്. അതെ, ഞാൻ മരിച്ചു അംഗീകരിച്ചിട്ട് ഇതാണ് എന്ത് ചെയ്യാൻ പറ്റും? മരിക്കും എന്നുള്ളൊരു പേടി. മരിക്കും എന്നുള്ളൊരു പേടി അല്ലേ? അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു സംഗതിയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ ആ ട്രോമ വന്നിട്ടുണ്ട്. അത് ആരെങ്കിലും മരിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ട്രോമയായിരിക്കാം. ആരെങ്കിലും അസുഖം വന്നിട്ട്. എത്ര വയസ്സുണ്ട് രാമദാസിന്? എനിക്ക് 66. 66. എന്ന് മുതലായി പേടി തുടങ്ങിയത്? അല്ല, ഇപ്പൊ കുറച്ചായിട്ട്. ഞാൻ ബൈപ്പാസ് ഒക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പൊ ആ ഒരു ബൈപ്പാസ് കഴിഞ്ഞത് കൊണ്ടായിരിക്കാം ആ പേടി വന്നത് അല്ലേ? അതായത് അങ്ങനെ ഒരു ബൈപ്പാസ് സർജറി. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് ലൈക്ക് അതാണ്, അപ്പൊ ഒരു തുടക്കമുണ്ട്. അപ്പൊ അത് ഹീൽ ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും പറ്റുമെങ്കിൽ കേട്ടോ. 20-ാം തീയതി നടക്കുന്ന പ്രോഗ്രാം ഉണ്ട്. രാമദാസ് നാട്ടിൽ എവിടെയാ? നാട് എവിടെയാ? ഒന്നുകിൽ കൊച്ചി പ്രോഗ്രാമിലേക്ക് വരൂ. ഓക്കെ, നമുക്ക് അതിൽ അവിടെ ലൈവ് ആയിട്ടുള്ള തെറാപ്പി, ട്രോമ ഹീലിംഗ് തെറാപ്പി നടക്കുന്നുണ്ട്. അതിൽ വരാം. 1499 രൂപയുള്ളൂ. അതല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈൻ കോഴ്സിലേക്ക് വരും. ഓക്കെ, ചെയ്തേ പറ്റൂ, വന്നേ പറ്റൂ. കാരണം ആ ഫിയറിനെ മറികടക്കണ്ടേ? അതെങ്ങനെ മറികടക്കാം എന്നുള്ള ടൂള് നമുക്ക് പഠിക്കാമല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് മറികടക്കാൻ പറ്റും. ഇനി ഇനി അങ്ങോട്ട് വരണല്ലോ, അത്രയും യാത്ര ചെയ്യണല്ലോ, അത് പേടിയാ? അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. നിങ്ങളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടി നമ്മുടെ ആ ഒരു എനർജിയിലേക്ക് വരൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടും. അപ്പൊ നിങ്ങൾ എന്തായാലും മീറ്റപ്പിലേക്ക് വരും കേട്ടോ. കാരണം ആ എനർജി, കാരണം നമുക്ക് അത് അവിടെ ഹെൽപ്പ് ചെയ്യാനുള്ള, നമ്മൾ ആ ഒരു എനർജിയിൽ വന്ന് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ചില സെഷൻസ്, ചില വ്യക്തികളുടെ ക്ലാസ്സുകൾ നിങ്ങൾ ചേഞ്ച് ചെയ്യും. അല്ലാണ്ട് ചില എനർജി ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ അവിടെ വന്നിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നേരിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് മാറ്റാം. വറീഡ് ആവണ്ട. ചോദിച്ചോളൂ. ഓൺലൈൻ കോഴ്സ് എങ്ങനെയാണ്? 1 to 1 ആണോ അതോ എല്ലാരും കൂടിയിട്ടാ? ഓൺലൈൻ കോഴ്സ് ക്ലാസ് എല്ലാവർക്കും ആണ്, പക്ഷെ തെറാപ്പി 1 to 1 ആണ്. തെറാപ്പി അല്ലേ? അത് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാന് പേഴ്സണൽ തെറാപ്പിസ്റ്റ്. നിങ്ങൾ എവിടെ സ്ഥലം? മസിൻ? ആക്ച്വലി ഷാർജയിലാണ്, ഇപ്പൊ നാട്ടിലുണ്ട്.
നാട്ടിൽ? ഇതുപോലെയുള്ള കുറച്ച് പേടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ഹീൽ ചെയ്യണം. ഓക്കെ. സോ അപ്പൊ അതെന്താ വെച്ചാൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളാണോ? അതെ അതെ, ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്. പക്ഷേ സാറ് പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഉൾഭയം ഉണ്ടാവുമല്ലോ. അതെ. നമ്മളുടെ നാട്ടിൻ പുറത്തുള്ള ആളുകൾ ഇവരെന്ത് വിചാരിക്കും, നമ്മള് ഇനിയിപ്പോ ഫേമസ് ആയി കഴിഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള ഒരു, അപ്പൊ അത് സോഷ്യൽ കുറച്ച് മീഡിയയിലൂടെയൊക്കെ ബാക്കിലോട്ട്. നമ്മളെ ഒന്ന് അറിഞ്ഞാൽ അല്ലേ? അതെ അതെ അതെ, അതായത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്, താല്പര്യമുണ്ട്, ഉണ്ട്. സംഗതികളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാൽ ബിസിനസ് വളരും, വിജയിക്കും. അതിന്റെ പേര് പക്ഷെ നാട്ടുകാർ വിചാരിക്കും. ഡെഫിനറ്റ്ലി അതന്നെ. സോ ഡോണ്ട് വറി, നമുക്കത് പരിഹരിക്കാം. നമ്മുടെ 20th ബാച്ചിലേക്ക് വരിക. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. പ്രോഗ്രാമിന്റെ കോഴ്സ് ഫീ വരുന്നത് 10,000 റുപ്പീസ് ആണ്. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന 8,000 റുപ്പീസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ EFT ബേസ് ചെയ്തിട്ടുള്ള, അതായത് തെറാപ്പി ബേസ്ഡ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സ് വരുന്നത്. ടോട്ടൽ 30 ഡേയ്സ് ആണ് നമ്മുടെ കോച്ചിങ് വരുന്നത്. അതിൽ ഫസ്റ്റ് 10 ഡേയ്സ് എന്ന് വെച്ചാൽ ഓൺലൈൻ സെഷനും, അതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ തെറാപ്പി സെഷൻസും ഉണ്ടാകും. അപ്പോൾ തെറാപ്പി സെഷൻസും സംഗതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും നിങ്ങളുടെ ഫിയറുകളെ മറികടക്കാനുള്ള തെറാപ്പീസും സംഗതികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. സോ യു വിൽ ബി അസൈൻഡ് വിത്ത് എ തെറാപ്പിസ്റ്റ്. ഒരു തെറാപ്പിസ്റ്റ് നമ്മൾ അസൈൻ ചെയ്തിടുകയും ചെയ്യും. പ്ലസ് നമ്മൾ നൽകുന്ന ലൈവായിട്ടുള്ള, ഞാൻ നൽകുന്ന തെറാപ്പികളും ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ട്? അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിയേഴ്സിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ടൂളുകൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പഠിച്ചെടുക്കാനും അതിലൂടെ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. സോ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കം ആൻഡ് ജോയിൻ ഇമ്മീഡിയറ്റ്ലി. സോ ഗ്രാബ് ദിസ് ഏർലി ബേർഡ് ഓഫർ. ഏർലി ബേർഡ് ഓഫർ എന്ന് വെച്ചാൽ വിത്തിൻ 2 days രജിസ്റ്റർ ചെയ്യാം. ഏർലി ബേർഡ് ഓഫർ സ്വന്തമാക്കാം കേട്ടോ. 20th ഈ ഒരു നമുക്ക് മെസ്സേജ് വരുന്ന ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതിൽ കോണ്ടാക്ട് ചെയ്യാം. അതെ അതെ, നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് വരാറുണ്ടോ? നമ്മുടെ ഗ്രൂപ്പില് ഒരു മെസ്സേജ് വരുമല്ലോ ആ നമ്പറിൽ. ആ പിന്നെ നമ്പറിൽ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നേരത്തെ ഒരാള് ഹീൽ ചെയ്ത് പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ. അപ്പൊ അയാള് ഇതുപോലെ ഓൺലൈൻ സെഷൻ ആയിരുന്നോ അതോ ഫേസ് ടു ഫേസ്? അയാൾ ഓൺലൈനും ചെയ്തിട്ടുണ്ട്, ബോത്ത് ഓഫ്ലൈനും ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണ് ഇത് ഓഫ്ലൈൻ സംഭവം? ഓഫ്ലൈൻ നടന്നിട്ടുള്ളത് കാലിക്കറ്റിലാണ് നടക്കാറുള്ളത്. പിന്നെ ഇപ്പം അടുത്തത് കൊച്ചിയിലാണ് നടക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടി നിങ്ങൾ കൊച്ചിയിലേക്ക് വരും. നിങ്ങൾ നാട്ടിലുണ്ടല്ലോ ഇപ്പൊ അല്ലെ? കൊച്ചിയിൽ നാട്ടിലെവിടെ സ്ഥലം? നാട്ടിലുണ്ട്. നാട്ടിലിപ്പോ ഒരു ചെറിയൊരു ഓപ്പറേഷൻ ആയിട്ട് വന്നതാ. അപ്പൊ എവിടെയാണ് സ്ഥലം? നാട്ടില് എടപ്പാള് സൈഡിലാണ്. ഓക്കെ. കൊച്ചിയിലേക്ക് വരാൻ പറ്റുമെങ്കിൽ കൊച്ചിയിലേക്ക് വരാലോ നിങ്ങൾക്ക്. ലൈക്ക് ഇഫ് യു ക്യാൻ കം നെക്സ്റ്റ് സൺഡേ. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. അത് റെസ്റ്റിലാണോ ഇപ്പൊ? റെസ്റ്റിലാണ്. ഇൻഷാല്ലാ എന്തായാലും നോക്കട്ടെ. കൊച്ചിയിലല്ലേ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കൊച്ചി പ്രോഗ്രാമിലേക്ക് വരും. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് വരാം. നമ്മുടെ ഓൾറെഡി ഓൺലൈൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇസ് ദർ എനിബഡി ഹു ഇസ് ഹിയർ ഗസ്റ്റ് നൗ ഓർ ലൈക്ക് എനിബഡി ഹു ഹാസ് ഡൺ ഓൺലൈൻ? നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? രൂപേഷ്. രൂപേഷ് എന്താണ് എക്സ്പീരിയൻസ്? എന്താ പറയാനുള്ളത്? നമ്മളുടെ ഇവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ചോദ്യം ചോദിച്ചിട്ടുള്ള ആളോട് പറയാനുള്ളത്, ഇത് അവർ പറഞ്ഞു കേട്ടിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതും, അവർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ട്രാൻസ്ഫോം ചെയ്യാനും അവരുടെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാൻ അതിനെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ കാര്യം പറയാം. രൂപേഷ് സാർ എന്താ വെച്ചാല് ഇതിനു മുൻപ് എന്നോട് നേരിട്ട് വേണം ഇതേപോലെ ഒന്നും ചെയ്താൽ റെഡി ആവില്ല എന്നൊക്കെ തോന്നിയിരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അവസാനം അതും 1 to 1 തന്നെ വേണം എന്ന് ചോദിക്കുകയും പിന്നെ നമ്മളുടെ എന്താ വെച്ചാല് മീറ്റപ്പിൽ വരികയും പിന്നെ പിന്നെ വേറെ വഴിയില്ല, ഓൺലൈനെങ്കിൽ ഓൺലൈൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഓൺലൈനിൽ ചെയ്താൽ എന്താ മാറ്റം ഉണ്ടോ? മനസ്സിലാവുന്നുണ്ട്? എന്താ തോന്നുന്നത്? റിസൾട്ട് ഇപ്പം ഇവര് വിചാരിച്ച പോലെ എനിക്ക് ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നി. പക്ഷെ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാ വെച്ചാൽ 1 to 1 വേണം, സാറടുത്ത് തന്നെ കാണണം. ഇപ്പം കാരണം ഞാൻ മുമ്പ് കൗൺസിലിങ്ങിനൊക്കെ പോയതുകൊണ്ട് ആ ഒരു പ്രൊസീജിയറാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം സാറ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം ബേസിക്കലി ഇപ്പം എനിക്ക് പറയണ പ്രശ്നമൊന്നുമില്ല. ഞാനതിന് മൊത്തത്തിൽ ഫാമിലിയിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായതാണെന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് 1 to 1 തന്നെ വേണം, എല്ലാവരും വേണം എന്നൊക്കെ. പക്ഷെ അതിപ്പം കണക്റ്റഡായി ഇപ്പം കൊച്ചി ഇവന്റ് ഞാൻ എൻ്റെ മോനെ പറഞ്ഞേക്കുന്നുണ്ട്.
ഇനി അങ്ങനെ ആദ്യം ഞാൻ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ട്സ് ആർ ദ പ്രോബ്ലം. അത് എൻ്റെ തോട്ട്സ് ആണ് പ്രോബ്ലം. അപ്പം ഫസ്റ്റ് എൻ്റെ സബ് കോൺഷ്യസിനെ ഞാൻ ഹീൽ ചെയ്തിട്ട് ക്ലിയർ ആവുന്നതോടുകൂടി ഞാൻ ട്രാൻസ്ഫോം ആവുകയാണ്. അപ്പം ഈ ട്രാൻസ്ഫോം ആവുന്നതിൻ്റെ ചേഞ്ചസ് ഈസ് അമേസിങ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മദറിനോട്, വൈഫിനോട്, കുട്ടികളോടൊക്കെയുള്ള സമീപനം എന്നറിയില്ല. ഇപ്പോൾ സാറോട് പറഞ്ഞിട്ടില്ല, ഇപ്പം കുട്ടികളുടെ ആയാലും അവരുടെ ആയാലൊക്കെ സമീപനവും കാര്യങ്ങളൊക്കെ മാറി മാറി പറഞ്ഞു വരുന്നു. പിന്നെ ലൈഫ് പാർട്ട്ണറായിട്ടുള്ളൊരു ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതിലൊരു നല്ലൊരു ചേഞ്ച് കണ്ടു ലാസ്റ്റ് ടൈം അഡ്വക്കേറ്റിനെ ചെന്ന് കണ്ടപ്പോൾ. പോസിറ്റീവ് തിങ്സ് ആർ സ്റ്റാർട്ടഡ് ഹാപ്പനിങ്. അതുപോലെ അപ്രോച്ച് ടുവേർഡ്സ് ദ ബിസിനസ്. പിന്നെ നമ്മൾ വെറീഡ് ആയിരുന്ന പേഴ്സണലിയും നമ്മുടെ പ്രൊഫഷണലി ആയിട്ടുള്ള കുറേ ഫിയേഴ്സ് ഒക്കെ മാറി. ഒരു സാറ് പറഞ്ഞ മാതിരി ഒരു നമുക്ക് ഒരു ടൂള് കിട്ടി, നമുക്ക് ഒരു പുറത്തു കൂടെ ഒരു കവചം വന്ന മാതിരിയും. പിന്നെ അങ്ങോട്ടേക്ക് ഗോയിങ് ഫോർവേഡ് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇങ്ങനെ വരികയാണ്, കൂടി വരികയാണ്. ഹീലിംഗ് സെഷൻ എന്നുള്ള രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഇതൊരു ലൈഫ് ട്രാൻസ്ഫോമിങ് ടൂളാണ്. ഓക്കെ. എത്ര കണ്ട് നമ്മുടെ ടീം നിങ്ങളുടെ ഈ ഒരു 1-to-1 സെഷൻ ആയിക്കോട്ടെ, ഫോളോ അപ്പ് സെഷൻ ആയിക്കോട്ടെ, ലൈവ് ക്ലാസ്സിന് പുറമെ എത്ര കണ്ട് നമ്മുടെ ടീം ഇതിലേക്ക് എഫേർട്ട് എടുക്കുന്നുണ്ട്? What do you think about that? ദാറ്റ് ഈസ് എന്താ പറയാ, ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സാഹിറ മാം ആയിക്കഴിഞ്ഞാലും 1-to-1 ആയാലും ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും വിളിക്കും. മെന്റർ ഹെഡ് ആയിക്കഴിഞ്ഞാലും നല്ല സപ്പോർട്ടാണ് തരുന്നത്. കാരണം നമ്മളൊരു എന്താ പറയാ, ബേസിക്കലി ഫാമിലി എന്ന ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംബഡി ഈസ് ദെയർ. പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെല്ലാം ഒരു എന്താ പറയാ, നമ്മളെ മോർ പീപ്പിൾ സപ്പോർട്ടിങ് അസ് സിമിലർലി. അതുപോലെ അവരിൽ നിന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇന്ററാക്ഷനും കാര്യമൊക്കെ ചെയ്ത് അവരായിട്ടും പേഴ്സണൽ ലെവലിലും 1-to-1 ആയിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് കീപ്പിംഗ്, എന്താ പറയാ, ലൈവായിട്ട് നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു മൊത്തത്തിലുള്ള സെഷൻ. ഇറ്റ്സ് വെരി വെരി എഫക്റ്റീവ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ Thank you. ഇതാണ് Thank you. നമ്മൾ. താങ്ക് യു. സോ ഈ ഒരു നമ്മുടെ സെഷനിൽ പറഞ്ഞോളൂ. എനിബഡി? സർ, ഇതൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് എന്തായാലും തീർച്ചയായും ചെയ്യാൻ പറയൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അതിൽ ജോയിന്റ് ചെയ്തിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. അല്ല, അതാണ് ഞാൻ ആക്ച്വലി ഷാഫി സാറിന്റെ ഒരുപാട് വീഡിയോസ് കാണുന്ന ഒരാളാണ്. ഞാനാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒരുപാട് ലൈക്ക് ഇപ്പൊ സാറ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, ചില കാര്യങ്ങൾ നമുക്ക് മാറ്റം സംഭവിക്കാൻ പറ്റാത്തത് ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ ആയിരിക്കാം പ്രശ്നം. അതെ. അങ്ങനെയുള്ള, അതായത് നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ, ചിലപ്പോൾ നമ്മളായിരിക്കില്ല പ്രശ്നം, ചുറ്റുപാടുള്ള ആളുകളായിരിക്കും. അവരിൽ നിന്ന് മാറി ഇപ്പോ ലൈക്ക് ഈ ദുബായ് പോലുള്ള നാട്ടിലാവുമ്പോ നമ്മളുടെ മൈൻഡ് തന്നെ വ്യത്യാസം വരും. അതെ. പിന്നെ അതുപോലെ ആ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു വീഡിയോ, അങ്ങനെ ഒരുപാട് ഞാൻ കുറെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ Very good. എനിക്ക് ഞാൻ ഫസ്റ്റ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ മേ ബി എനിക്ക് ഇന്നത്തെ ക്ലാസ് എനിക്ക് ശരിക്കും ദൈവം കൊണ്ടു തന്ന പോലെ ഉണ്ട്. ഈ ഒരു സെയിം സംഭവമാണ് ഞാൻ, ഈ ഫിയർ ഉണ്ടല്ലോ, ഇത് Yeah. മാത്രമാണ് ഇപ്പൊ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയിരിക്കുക തന്നെ ആയിരുന്നു. അപ്പൊ ഇവര് പറയുന്നത് ശരിക്കും സത്യമാണ്. നമുക്ക് ഓൺലൈനായിട്ട് അത് എഫക്റ്റീവ് ആവില്ലേ എന്നുള്ളൊരു തോന്നല് ശരിക്കും ഉണ്ടാവും. ഓഫ്ലൈൻ ആണ് നല്ലത് എന്നുള്ളതൊക്കെ. അപ്പൊ ഇവര് പറയുമ്പോ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഷാല്ലാ ജോയിൻ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ അവരെ കോൺടാക്ട്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഓൺലൈനിൽ നമ്മൾ എത്രത്തോളം അതിൽ എഫേർട്ട് ഇടുന്നു, നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അത് പ്രാക്ടീസിലേക്ക് ചെയ്യുന്നു, then you get the result. 101%. That's it. ഇൻഷാല്ലാ. It's all Thank about you, like, thank you so much for sharing. Everybody is sharing your experience. കാരണം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ എത്ര കണ്ട് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് എത്ര കണ്ട് ആവശ്യമുണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് സമർപ്പിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു സബ്മിഷൻ മെന്റാലിറ്റി വേണം, സബ്മിറ്റ് ചെയ്യണം, ട്രസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ കോച്ചബിൾ ആയിരിക്കണം, ലേണബിൾ ആയിരിക്കണം, ലൈക്ക് ഹംബിൾ ആയിരിക്കണം. എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം, എനിക്ക് ഇങ്ങനെ തന്നെ വേണം എന്നുള്ള നമ്മുടെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ പിടിവാശികളും ഹാപ്പിയിലേക്ക് വരികയാണെങ്കിൽ നോ ഡൗട്ട് വി ക്യാൻ ഹാവ് ദ ട്രാൻസ്ഫോർമേഷൻ. സോ ഇസ് ദർ എനിബഡി ഹാവ് എ ക്വസ്റ്റ്യൻ? നമുക്ക് ഒരു ഹീലിംഗിലേക്ക് കടക്കാനുണ്ട്.
or if you have any questions, you can ask. ഇല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അടുത്ത നമ്മുടെ കോഴ്സിലെ സ്റ്റുഡൻസിനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ കൊച്ചി പ്രോഗ്രാമിന് ശേഷം മെന്റർ ഫോളോ അപ്പ് ഉണ്ടാകുമോ? കൊച്ചി പ്രോഗ്രാം വെറും 1499 രൂപ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. അതിന് മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവില്ല. ഓക്കെ, മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈനിൽ നടക്കുന്ന പ്രോഗ്രാമിലാണ്. അതാണ് നമ്മുടെ പ്രോപ്പർ. കാരണം കൊച്ചി പ്രോഗ്രാമിൽ നമുക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന പരമാവധി എന്ന് പറയുന്നത് വൺ ഹോൾ ഇവന്റ് 4500 രൂപയോ 6000 രൂപയൊക്കെ വില വരുന്ന പ്രോഗ്രാമാണ് അത് ആക്ച്വലി. അത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് പേരിലേക്ക് അവയർനെസ് എത്തിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലും ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം പലർക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് അറിയില്ല. സോ വി ഹാവ് ടു സാക്രിഫൈസ് എ ലോട്ട്. അപ്പൊ അറിയാലോ, 1499 ഹോട്ടൽ എക്സ്പെൻസ്, ഇറ്റ്സ് ഓൾ അതർ ട്രാവലിംഗ് എക്സ്പെൻസ് പുറമേ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ഞങ്ങളുടെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ആയിട്ട് ചെയ്യണം, ആൾക്കാർക്ക് അഫോർഡബിൾ ആവാൻ വേണ്ടി. സോ you and your wife registered, don't worry, just come to the program, Sawad, and definitely that will be really helpful. അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. ബട്ട് ഫർദർ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഈ കോഴ്സിലേക്കും വരാം. സോ യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ, ഈ കോഴ്സ് ഫർദർ പഠിക്കണോ വേണ്ടിയോ, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിസിഷൻ എടുക്കാം. ബട്ട് ദാറ്റ് വൺ ഡേ പ്രോഗ്രാം ഇറ്റ് സെൽഫ് വിൽ ഹെൽപ്പ് യു a lot, no doubt about it. That will teach you a lot of things. Okay, so it's not a loss, no doubt about that. If she attend one day program, she will definitely do the online course. അത് വാല്യൂ ഫോർ മണിയാണ്. ഇറ്റ്സ് നത്തിങ്. ആ മണിന്റെ ഇതിലല്ല ആ കോഴ്സ് പോകുന്നത്. ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. അതേപോലെ തന്നെ. സോ എനിവേ, കം ടു ദ കൊച്ചിൻ പ്രോഗ്രാം. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ലേൺ ചെയ്യാനുള്ള മെന്റാലിറ്റിയാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളൊരു ഫാമിലിയാണ്, വി ആർ എ ഫാമിലി. അതാണ് പറയുന്നത്. നമുക്ക് ഇന്നിപ്പോ ഇനി ഹീലിംഗ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം ഹീലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ലൈഫ് ടൈം ഹീലിംഗ് സപ്പോർട്ട് എന്ന് പറയുന്ന ആഴ്ചയിൽ 3 ദിവസം ഹീലിംഗ് നടക്കുന്നുണ്ട്. മോർണിംഗിൽ 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞു. നൗ വി ആർ വൈൻഡിങ് ആയിട്ടുള്ള കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്കുള്ള ഹീലിംഗ് ആണ്, സ്പെഷ്യൽ ഹീലിംഗ്. എനിവേ, താങ്ക് യു സോ മച്ച്. കൊച്ചി പ്രോഗ്രാമിലേക്ക് വരാം. Yes. Thank you. Register ചെയ്തു അല്ലേ അനിത മാം? രജിസ്റ്റർ ചെയ്തു. Yeah, so you are coming here. So see you at Monday. Okay, ഫാമിലി ആയിട്ടേ വരുന്നുണ്ട് സാറ്. Okay, very good. ഫാമിലി ആയിട്ടേ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അല്ലേ? താങ്ക് യു. എത്ര പേര് രജിസ്റ്റർ ചെയ്തപ്പോ? ചെയ്യുന്ന മോൾക്ക് മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡും ഒപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. Okay then. Okay, thank you. Thank you sir, thank you very much. Thank you so much. Thank you so much.